ഫിസിയോളജിയിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമാണ് GIT ആൻഡ് ആക്സസറി ഓർഗൻസ്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് ആൻഡ് ആക്സസറി ഓർഗൻസ്. നമ്മൾ APGT എക്സാംസിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ സബ്ജക്ട് വൈസ് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ നീലിമ ഡോക്ടർ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോലെ ഹോമിയോപ്പതിക് സബ്ജക്ട്സ് തന്നെയാണ് ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത്. നമ്മുടെ അനാട്ടമി ഫിസിയോളജി പോലുള്ള ഫസ്റ്റ് ഇയർ സബ്ജക്ട്സിന് കമ്പാരിറ്റീവ്ലി ചെറിയ മാർക്സ് ആണ്. പക്ഷെ നമ്മുടെ ഒരു റാങ്കിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഓരോ ക്വസ്റ്റിനും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനനുസരിച്ചുള്ള സ്ട്രെസ് നമ്മൾ ഈ സബ്ജക്ട്സിനായാലും കൊടുത്തിരിക്കണം. So we can start with a positive note. We are going to do this. We are going to crack APGT 2025. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ ഒരു അനാട്ടമി നോക്കുമ്പോൾ നമുക്ക് മെയിൻലി ഡൈജസ്റ്റീവ് ഓർഗൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: പ്രൈമറി ഓർഗൻസ് ആൻഡ് ആക്സസറി ഓർഗൻസ്. പ്രൈമറി ഓർഗൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താ, ഒരു പാത്വേ ആണ്. സോ രണ്ട് സൈഡിലും എക്സ്റ്റീരിയർ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ട്രാക്ട് ആണ് പ്രൈമറി ഓർഗൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മൗത്തിൽ തുടങ്ങി ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻഡസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻഡസ്റ്റൈൻ തൊട്ട് റെക്ടം ആൻഡ് ഏനൽ കനാൽ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് പ്രൈമറി ഓർഗൻസ്. അതിനോട് നമുക്ക് പക്ഷേ ഈ ഒരു ട്യൂബിലൂടെ ഭക്ഷണം പോയാൽ മാത്രം പോരാ, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും അതിനെ അബ്സോർപ്ഷൻ എയ്ഡ് ചെയ്യാനായിട്ടും ചില ആക്സസറി ഓർഗൻസിനെയും കൂടെ ആവശ്യമുണ്ട്. ദേ ഇൻക്ലൂഡ് സലൈവറി ഗ്ലാൻഡ്സ്, ലിവർ, പാൻക്രിയാസ്, എക്സെട്ര. സോ നമ്മളൊരു ആവറേജ് ഹെൽത്തി ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെയിലി കൺസംഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത് സോളിഡ് ഫുഡ് അറൌണ്ട് 1 kg, ലിക്വിഡ് ഫുഡ് അറൌണ്ട് 1 to 2 liters ആണ് വരുന്നത്. നമുക്ക് ഈ GITയുടെ ഒരു ബേസിക് അനാട്ടമി കൂടെ പറഞ്ഞു പോയാൽ, ഒരു ഫങ്ഷണൽ അനാട്ടമി എന്നുള്ള ലെവലിൽ പറഞ്ഞു പോയാലാണ് കുറച്ചുകൂടെ ഫിസിയോളജിക്കൽ പ്രോസസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക. ഇതിന് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസും വരാൻ പറ്റും. കാരണം അപ്പോൾ ഈ GITക്ക് ഒരു വാൾ ഉണ്ട്. വാളിന് 4 ലെയേഴ്സ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് ഏറ്റവും ലൂമന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ഏരിയ ആണ് മ്യൂക്കോസ. നെക്സ്റ്റ് കംസ് ദ സബ് മ്യൂക്കോസ, ഫോളോഡ് ബൈ ദ മസ്കുലാരിസ് എക്സ്റ്റേണ, ആൻഡ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് അഡ്വെന്റീഷ്യ ഓർ സീറോസ എന്ന് പറയുന്ന ലെയേഴ്സ് ആണ്. അപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാ ഓർഗൻസിനും, ഈ പറഞ്ഞ പ്രൈമറി ഓർഗൻസിനെല്ലാം മ്യൂക്കോസയിൽ ഒരു എപ്പിത്തീലിയൽ ലെയർ ഉണ്ടാവും സെൽസിന്റെ. അത് അതിന്റെ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ഏത് ടൈപ്പ് എപ്പിത്തീലിയം ആണെന്നുള്ളത് ഡിഫർ ചെയ്യുക. അത് നമുക്ക് ഓരോ ഓർഗനായിട്ട് വരുമ്പോൾ പറയാം. പിന്നെ അതിനൊരു സപ്പോർട്ടിംഗ് സ്ട്രക്ചറായിട്ട് ലാമിന പ്രോപ്രിയ ഉണ്ടാവും. അത് കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഒരു ലെയർ ആണ്. പിന്നെ ചെറിയൊരു മസ്കുലാർ ലെയറും മ്യൂക്കോസയോട് ചേർന്നിട്ട് കാണും. അതിനെ മസ്കുലാരിസ് മ്യൂക്കോസ എന്ന് പറയുന്നു. അതിന് പുറമേ ആയിട്ടാണ് സബ് മ്യൂക്കോസ വരുന്നത്. സബ് മ്യൂക്കോസയിലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗ്ലാൻഡുലാർ സ്ട്രക്ചേഴ്സ്, ബ്ലഡ് വെസൽസ്, ലിംഫാറ്റിക് ടിഷ്യൂസ്, ന്യൂറോവാസ്കുലർ ബണ്ടിൽസ് എല്ലാം അടങ്ങിയിട്ടുള്ളത്. അതിന് പെരിഫറലായിട്ടാണ് മസ്കുലാരിസ് എക്സ്റ്റേണ എന്ന് പറഞ്ഞ ലെയർ വരുന്നത്. ഈ മസ്കുലാരിസ് എക്സ്റ്റേണയിൽ ഒരു യൂഷ്വലി എല്ലാ ഓർഗൻസിലും ഒരു ഇന്നർ സർക്കുലർ ലെയറും ഒരു ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെയറും ഉണ്ടാവുക. ഒരു ഡബിൾ ലെയർഡ് സ്ട്രക്ചർ ആയിരിക്കും. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആർക്കെങ്കിലും പറയാമോ എന്തായിരിക്കും അതിന്റെ എക്സെപ്ഷണൽ ആയിട്ട് വരുന്ന ഓർഗൻ ഏതാണെന്ന്? ഫിസിയോളജി ആണ്, ഫസ്റ്റ് ഇയർ സബ്ജക്റ്റ് ആണ്, കുറച്ച് ബോറായിരിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കോമഡി ആയി പോവും. ആർക്കെങ്കിലും ഒക്കെ പറയാം, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബേസിക്കലി 2 ലെയർ സ്ട്രക്ചർ ആണ്. പക്ഷെ ഒരു ഓർഗനിൽ മാത്രം ഒരു എക്സ്ട്രാ ലെയർ വരുന്നുണ്ട്. ഏതാ യൂട്രസിലാണോ? നമ്മൾ GIT ആണ് എടുക്കുന്നത്, യൂട്രസിലല്ല. GITയിലുള്ള ഒരു ഓർഗനാണ്. അതുപോലെ ഒരു സ്മൂത്ത് മസിൽ സ്ട്രക്ചർ തന്നെയാണ്. ഈസോഫാഗസ് അല്ല. ഈസോഫാഗസ് കഴിഞ്ഞ് വരുന്ന സ്റ്റൊമക്കിലാണ്. സ്റ്റൊമക്കിൽ ഒരു ഇന്നർ ഒബ്ലിക് ലെയർ കൂടെ വരുന്നുണ്ട്. മസ്കുലാർ ലെയറിൽ ഒരു എക്സ്ട്രാ മസിൽ ലെയർ കൂടെ വരുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ചേണിങ് മൂവ്മെന്റ്സ് നടക്കുന്നത് സ്റ്റൊമക്കിലാണ്. അപ്പോൾ ആ ഒരു മസിൽ സ്ട്രെങ്ത് കൂടുതൽ കിട്ടാൻ വേണ്ടി നമുക്ക് അവിടെ 3 ലെയേഴ്സ് ഉണ്ട്. ബാക്കി എല്ലാ ഓർഗൻസിലും 2 ലെയർഡ് ആയിട്ടാണ് മസ്കുലാരിസ് എക്സ്റ്റേണ പോകുന്നത്. പിന്നെ ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള കവറിംഗ് ആണ് അഡ്വെന്റീഷ്യ ഓർ സീറോസ എന്ന് പറയുന്നത്. സോ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മ്യൂക്കോസ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ലൈൻസ് ദ ലൂമൻ ഓഫ് ദ GIT. അതിൽ എപ്പിത്തീലിയ ഉണ്ട്, ലാമിന പ്രോപ്രിയ ഉണ്ട്, മസ്കുലാരിസ് മ്യൂക്കോസ ഉണ്ട്. ഈ ലാമിന പ്രോപ്രിയ കണക്റ്റീവ് ടിഷ്യൂ ആണ്. എപ്പിത്തീലിയൽ സെൽസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടൻസ് ഓഫ് GIT ആയിട്ട് കോൺടാക്റ്റിൽ വരുന്നത്. മസ്കുലാരിസ് മ്യൂക്കോസയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇന്നർ സർക്കുലർ ആൻഡ് ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെയർ ഉണ്ട്, എക്സ്റ്റേണയുടെ പോലെ തന്നെ.
മെയിൻലി ഈ മ്യൂക്കോസൽ സെൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മ്യൂസിൻ സെക്രീഷൻ ആണ്. പിന്നെ നെക്സ്റ്റ് കംസ് ദ സബ്മ്യൂക്കോസ, ന്യൂറോവാസ്കുലർ, ഗ്ലാൻഡുലാർ ആൻഡ് ലിംഫാറ്റിക് സ്ട്രക്ചേഴ്സ് ട്രാവൽ വിത്തിൻ ഇറ്റ്. അപ്പൊ ന്യൂറോവാസ്കുലർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് നെർവ്സ് വരുന്നുണ്ട്, നമുക്കറിയാലോ. ജി ഐ ടിക്ക് രണ്ട് തരത്തിലുള്ള നെർവ് സപ്ലൈ ആണുള്ളത്. ഒന്ന് ഇൻട്രൻസിക് ഉണ്ട്, ഒന്ന് എക്സ്ട്രൻസിക് ഉണ്ട്. അതിൽ ഇൻട്രൻസിക്കിൽ തന്നെ രണ്ട് തരം നെർവ് സപ്ലൈസ് വരുന്നുണ്ട്. ഒന്ന് സബ്മ്യൂക്കോസയുടെ ഈ ന്യൂറോവാസ്കുലർ ബണ്ടിലിനോടൊപ്പം പോകുന്ന മീസ്നസ് പ്ലെക്സസ് ഓർ സബ് മ്യൂക്കസ് നെർവ് പ്ലെക്സസ് ആണ്. അത് കൂടുതലും ഈ ഗ്ലാൻസിനോടൊക്കെ ചേർന്ന് കിടക്കുന്നതല്ലേ. അപ്പോൾ ഈ നെർവ്സ് ആണ് ഈ ഗ്ലാൻസിന്റെ, ഈ ഇൻഡസ്റ്റൈനൽ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസിന്റെ ഒക്കെ സെക്രീഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് മീസ്നസ് ഓർ സബ്മ്യൂക്കസ് നെർവ് പ്ലെക്സസിലുള്ള നെർവ്സ് ആയിരിക്കും. അതുപോലെ തന്നെ മസ്കുലാരിസ് എക്സ്റ്റേണയിൽ വേറൊരു സെറ്റ് ഓഫ് നെർവ് പ്ലെക്സസ് ഉണ്ട്. അതാണ് നമ്മുടെ ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ ജി ഐ ട്രാക്റ്റിന്റെ മോട്ടിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നെർവ് പ്ലെക്സസ് എന്ന് പറഞ്ഞാൽ മയൻട്രിക് ഓർ ഓർബാക്സ് നെർവ് പ്ലെക്സസ്. മയൻട്രിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, മയോസ് മീൻസ് മസിൽസ്, എൻട്രിക് മീൻസ് ഇൻഡസ്റ്റൈനൽ, അങ്ങനെയാണല്ലോ. അപ്പൊ ഇൻഡസ്റ്റൈനിലുള്ള മസിൽസിനെ കൺട്രോൾ ചെയ്യുന്ന നെർവ്സ് എപ്പോഴും മസ്കുലാർ ലെയറിൽ തന്നെയായിരിക്കും പ്ലേസ്ഡ് ആയിട്ടുണ്ടാവുക. അങ്ങനെ രണ്ട് തരം ഇൻട്രൻസിക് നെർവ് സപ്ലൈ ആണ് കോമൺലി ജി ഐ ടിയിൽ കണ്ടുവരുന്നത്. പിന്നെ മസ്കുലാരിസ് എക്സ്റ്റേണയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ജി ഐ ടിയിലൂടെ സബ്സ്റ്റൻസസിനെ പ്രൊപ്പൽ ചെയ്യാന്നുള്ളതാണ്. അതായത് ഫോർവേഡ് മോഷനെ എനേബിൾ ചെയ്യാന്നുള്ളതാണ് ഈ മസിൽസിന്റെ മെയിൻ ഫംഗ്ഷൻ. യൂഷ്വലി മസ്കുലാരിസ് എക്സ്റ്റേണ ഹാസ് എൻ ഇന്നർ സർക്കുലർ ലെയർ, അതിങ്ങനെ എൻസർക്കിൾ ചെയ്തിരിക്കും, ആൻഡ് ആൻ ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെയർ ദാറ്റ് റൺസ് ലെങ്ത് വൈസ്. ഈ സ്റ്റൊമക്കിൽ മാത്രം ഒരു ഒബ്ലീക്ക് ലെയർ ഉണ്ട്. ഇറ്റ് കോസസ് ട്വിസ്റ്റിംഗ് ഓഫ് സ്റ്റൊമക് ആൻഡ് ചേർണിംഗ് ഓഫ് ദ സ്റ്റൊമക് കണ്ടൻസ്. നല്ലപോലെ ഗ്യാസ്ട്രിക് കണ്ടൻസിന്റെ മൂവ്മെന്റ് ഉണ്ടാവാനാണ് ഈ ഒബ്ലീക്ക് ലെയർ ഒരു എക്സ്ട്രാ ലെയർ ആയിട്ട് സ്റ്റൊമക്കിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ദാറ്റ് ഇസ് അഡ്വെന്റീഷ്യ ഓർ സിറോസ. ഈ ചില ഓർഗൻസിന് മാത്രമാണ് അഡ്വെന്റീഷ്യ എന്ന് പറയുന്നത്, ചിലതിന് സിറോസ എന്ന് പറയും. ഈ സീറോസ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിക്സഡ് അല്ലാത്ത, അതായത് റിട്രോപെരിറ്റോണിയൽ ഒന്നും അല്ലാത്ത ഹാങ്ങിങ് ആയി കിടക്കുന്ന വിസറ, ജി ഐ ടിയുടെ വിസറയ്ക്കാണ് നമ്മൾ, വിസറയുടെ ഔട്ടർ കവറിങ്ങിനാണ് സീറോസ എന്ന് പറയുന്നത്. ലൈക്ക് സ്റ്റൊമക്, ഡിയോഡിനം റിട്രോപെരിറ്റോണിയൽ ഓർഗനാണ്, പക്ഷെ അതിൻ്റെ ഒരു ലാസ്റ്റ് പോർഷനൊക്കെ ഹാങ്ങിങ് തന്നെയാണ്. ജെജുനം, ഇലിയം, സീക്കം, അപ്പൻഡിക്സ്, ട്രാൻസ്വേഴ്സ് കോളൻ, ഇതിന്റെ എല്ലാ ഔട്ടർ കവറിങ്സ് സീറോസയാണ്. കുറച്ചുകൂടെ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന പാർട്സ് ലൈക്ക് ഡ്യൂഡിനം, pancreas, ascending colon, descending colon and rectum are said to have an adventitial layer as serosa. ഈ സ്പീഡ് ഓക്കെ ആണോ? സ്ലോ ആണോ അതോ ഫാസ്റ്റ് ആണോ? എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാട്ടോ. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. പിന്നെ ചില പോർഷൻസിന്റെ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ കാണുന്നുണ്ട്. ഈ ട്യൂണിക്സിൽ തന്നെ ചില പോർഷൻസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ മ്യൂക്കോസ ഈസോഫാഗസിന്റെ മ്യൂക്കോസ നോക്കുകയാണെങ്കിൽ ഈസോഫാഗസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? അവിടെ പ്രത്യേകിച്ച് സെക്രീറ്ററി ഫംഗ്ഷൻസ് ഒന്നും വരുന്നില്ല. നമ്മുടെ മൗത്തിൽ നിന്നും ഫാരിങ്സ് നിന്നും വരുന്ന ഫുഡിനെ പ്രൊപ്പൽ ചെയ്ത് പെരിസ്റ്റാൾസിസ് വഴി സ്റ്റൊമക്കിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈസോഫാഗസിന്റെ ധർമ്മം. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഫുഡ് അത്യാവശ്യം റോ ഫോമിൽ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഡൈജഷൻ തുടങ്ങിയ ഫോമിലാണല്ലോ ഈസോഫാഗസിൽ എത്തുന്നത്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് വേണ്ടത്. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ്, ലെയേർഡ് ആയിട്ടുള്ള സ്ക്വാമസ് എപ്പിത്തീലിയം ആണ് ഈസോഫാഗസിന്റെ മ്യൂക്കോസയിൽ ഉണ്ടാവുക. സോ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ മ്യൂക്കോസ ഫ്രം അബ്രേഷൻസ് ഫ്രം ദ സോൾ ഔട്ട് ഫുഡ്. അതേസമയം ഈ ഈസോഫാഗസിന്റെ ഡിസ്റ്റൽ പാർട്ടിലോട്ടൊക്കെ എത്തുമ്പോഴേക്കും കുറച്ച് ഗ്ലാൻഡുലാർ ആക്ടിവിറ്റി ഒക്കെ വന്ന് മ്യൂക്കസ് സെക്രീഷൻ ഒക്കെ ഉണ്ടായി കുറച്ചുകൂടി ലൂബ്രിക്കേറ്റിംഗ് ആക്ഷൻ ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയ സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം ഉണ്ടാവും. അങ്ങനെ ഒരു ചെറിയ ഡിഫറൻസ് ഈസോഫാഗസിനകത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ ഫുഡ് ഫാരിങ്സ് എന്ന് വന്ന് ഈസോഫാഗസിലൂടെ ഇറങ്ങി പോകണമല്ലോ, അപ്പോൾ കുറച്ചുകൂടെ ഇലാസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ടിഷ്യൂ വേണം അവിടെ ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഈ ഈസോഫാഗസിന്റെ സബ്മ്യൂക്കോസയിൽ ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആണ് കൂടുതലും വരുന്നത്. അതാണ് ഈസോഫാഗസിന്റെ ട്യൂണിക്സിലുള്ള രണ്ട് പ്രത്യേകതകൾ. ഇനി സ്റ്റൊമക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റൊമക്കിന്റെ മ്യൂക്കോസ എങ്ങനെയാണ് കിടക്കുന്നത്? അത് കുറച്ച് ഫോൾഡഡ് ആയിട്ടല്ലേ കിടക്കുന്നത്. എം ടി ആയിട്ടുള്ള സമയത്ത് ഫോൾഡഡ് ആയിട്ടാണ് സ്റ്റൊമക്കിന്റെ മ്യൂക്കോസ കിടക്കുന്നുണ്ടാവുക. ആ ഫോർമേഷൻ എന്താ നമ്മൾ പറയാ? അതിന് പ്രത്യേക പേരുണ്ട്. ഫോൾസ് തന്നെ അർത്ഥം വരുന്ന രീതിയിൽ ഒരു പേരുണ്ട്. യെസ്, കറക്റ്റ്.
റൂഗയായിട്ടാണ് കിടക്കുന്നത്. ആ റൂഗയുടെ അകത്ത് തന്നെ നമ്മൾ മൈക്രോസ്കോപ്പിക്കലി നോക്കുമ്പോൾ ചെറിയ ഗ്യാസ്ട്രിക് പിറ്റ്സ് എന്ന് പറഞ്ഞ ചെറിയ ഡിപ്രഷൻസ് കാണാം. അതിലൂടെയാണ് നമ്മുടെ ഗ്യാസ്ട്രിക് ഗ്ലാൻസിന്റെ സെക്രീഷൻസ് എല്ലാം ഗ്യാസ്ട്രിക് ലൂമനിലോട്ട് വരുന്നത്. അത് സ്റ്റൊമക്കിന്റെ മ്യൂക്കോസയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക സ്ട്രക്ചറാണ്. പിന്നെ മസ്കുലാരിസ് എക്സ്റ്റേണൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് ഒബ്ലിക് മസിൽസും കാണാം. ഈ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ മ്യൂക്കോസയിൽ എന്താണ് വ്യത്യാസം ഉള്ളത്? എന്താ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ഫംഗ്ഷൻ? മെയിൻ ഫംഗ്ഷൻ, പല ഫംഗ്ഷൻസ് എല്ലാ ഓർഗൻസിനും ഉണ്ട്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആണല്ലോ. അപ്പോൾ നമ്മുടെ GI-യിൽ ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള പോർഷനാണ് ഈ സ്മോൾ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത്. ഏറ്റവും നന്നായിട്ട് ഏറ്റവും മാക്സിമം അബ്സോർപ്ഷൻ നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ നിന്ന് മാക്സിമം അബ്സോർപ്ഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഉള്ള അതുകൊണ്ട് അത്രയും അധികം സർഫസ് ഏരിയയും സൈസും ഉള്ള ഒരു ഓർഗൻ ആയിട്ടാണ് ഈ സ്മോൾ ഇൻഡസ്റ്റൈനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ മ്യൂക്കോസയിലും കുറെ സർക്കുലർ ഫോൾസ് ഉണ്ട്. ആ സർക്കുലർ ഫോൾസിലാണ് വില്ലയും മൈക്രോവില്ലയും ഒക്കെ ഉള്ളത്. ഈ ഒരു ഡിസൈൻ ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ തന്നെ ന്യൂട്രിയൻ അബ്സോർപ്ഷൻ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സർക്കുലർ ഫോൾസിന്റെ മറ്റു പേരുകളാണ് പ്ലിക്കേ സർക്കുലാരിസ് ഓർ വാൽസ് ഓഫ് കെർക്രിങ്. ഇങ്ങനത്തെ പ്രത്യേകതയുള്ള പേരുകളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം, നല്ലതായിരിക്കും കേട്ടോ. കാരണം ചിലപ്പോൾ നമുക്ക് ഇതെല്ലാം കൺഫ്യൂസിങ് ആയിട്ട് വരും. അപ്പൊ എന്താണ് അത്, എവിടെയാണ് കാണുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മേ ബി APGTക്ക് കൂടുതലും എനിക്ക് തോന്നുന്നു ഫിസിയോളജിയിൽ കുറച്ചുകൂടെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പ്രത്യേകതയുള്ള ടേംസിനെ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ എന്ത് കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെങ്കിലും, ഞാനിപ്പോൾ എഴുതിയിട്ടുള്ള എക്സാംസിലൊക്കെ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചു പോയിട്ടുള്ള ചിലതൊക്കെ നമുക്ക് മേ ബി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, പക്ഷെ അത് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് അതൊരു ക്ലൂ ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. So, small intestinal mucosa has circular folds called plicae circularis or valves of Kerckring. Valves or Kerckring are found in small intestine. ഈ ലാർജ് ഇൻഡസ്റ്റൈനിലാണെങ്കിൽ സ്റ്റൂൾ ഫോർമേഷൻ ആണല്ലോ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല ലൂബ്രിക്കേറ്റഡ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഡെഫിക്കേഷൻ നടക്കാനായിട്ട് കൂടുതൽ മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് വേണം. അതിനായിട്ടുള്ള ഗോബ്ലറ്റ് സെൽസ് ആണ് ലാർജ് ഇൻഡസ്റ്റൈനിന്റെ മ്യൂക്കോസയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. സോ ഇത് അതിൻ്റെ ഒരു സമ്മറിയാണ്. ഈ ജനറൽ ഓർഗനൈസേഷൻ ഓഫ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് നോക്കുമ്പോൾ ഏറ്റവും ലൂമനോട് ഏറ്റവും ചേർന്ന് മ്യൂക്കോസ ഉണ്ട്, അതിനൊരു എപ്പിത്തീലിയൽ ലെയർ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ലാമിന പ്രോപ്രിയ ലെയർ ഉണ്ട്, ചെറിയൊരു മസ്കുലാർ ലെയർ ഉണ്ട്, മസ്കുലാരിസ് മ്യൂക്കോസ. അതിന് പെരിഫറലായിട്ടാണ് സബ് മ്യൂക്കോസ ഇരിക്കുന്നത്. അവിടെയാണ് ഗ്ലാൻസും ബ്ലഡ് വെസൽസ് നെർവ്സ് എല്ലാം വരുന്നത്. ഗ്ലാൻസിന്റെ സെക്രീഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മ്യൂസ്നസ് ഓർ സബ് മ്യൂക്കോസൽ പ്ലെക്സസ് ഉണ്ട്. അതിനുശേഷം മസ്കുലാരിസ് പ്രൊപ്രിയ വരുന്നുണ്ട്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ആണ്, പ്രൊപ്പൽഷൻ ആണ്. അപ്പൊ അതിനെ സപ്ലൈ ചെയ്യാനായിട്ട് മൈഎൻട്രിക് പ്ലെക്സസ് ഉണ്ട്. മസിൽസ് ഓഫ് എൻഡറിക് റീജിയൻ സപ്ലൈ ചെയ്യുന്ന മൈഎൻട്രിക് പ്ലെക്സസ് ഓർ ഓർബാക്സ് പ്ലെക്സസ് ആൻഡ് ഫോളോഡ് ബൈ ദ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് സീറോസ് ഓർ അഡ്വെന്റീഷ്യ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇന്നർവേഷനെ ജസ്റ്റ് ഒന്നുകൂടെ മെൻഷൻ ചെയ്ത് പോവാം. മെയിൻലി GI-ക്ക് ഒരു ഇൻട്രിൻസിക് നെർവ് സപ്ലൈ ഉണ്ട്. അതാണ് നമ്മളെ മൈഎൻട്രിക് പ്ലെക്സസ് ആൻഡ് സബ് മ്യൂക്കോസൽ പ്ലെക്സസ്. അതുകൂടാതെ ഈ ഇൻട്രിൻസിക് നെർവ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോണോമിക് നെർവ് സിസ്റ്റം തന്നെയാണ്. അത് അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് നെർവ് സപ്ലൈ. അത് സിമ്പത്തറ്റിക് സപ്ലൈയും ഉണ്ട്, പാരാസിമ്പത്തറ്റിക് സപ്ലൈയും ഉണ്ട്. ഈ മൈൻഡ്രിക് പ്ലെക്സസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് മോട്ടോർ ആക്ടിവിറ്റി ആണ്. മോട്ടിലിറ്റി ഓഫ് ദ ഗട്ട് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ് മൈൻഡ്രിക് പ്ലെക്സസിന്റെ ഫംഗ്ഷൻ. സബ്മ്യൂക്കോസൽ പ്ലെക്സസ് കൺട്രോൾസ് സെക്രീഷൻ ആൻഡ് ബ്ലഡ് ഫ്ലോ ഓഫ് ദ GI-T ആൻഡ് ഓൾസോ ഹാസ് സെൻസറി ഫങ്ഷൻസ്. പിന്നെ ഈ എക്സ്റ്റൻസിക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, സിമ്പത്തറ്റിക് ഇന്നർവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ സിമ്പത്തറ്റിക് ഇന്നർവേഷൻ ടു ദ GI-T മെയിൻ ആയിട്ട് സ്പൈനൽ കോഡിൽ നിന്നാണ് അറൈസ് ചെയ്യുന്നത്. അതായത് സിമ്പത്തറ്റിക് സപ്ലൈയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഗാംഗ്ലിയോണിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് ഈ ടാർജറ്റ് ഓർഗനിലേക്ക്, സിമ്പത്തറ്റിക് ആണെങ്കിലും അതെ പാരാസിമ്പത്തറ്റിക് ആണെങ്കിലും അതെ, ഒരു ഗാംഗ്ലിയോണിൽ കൂടെ പാസ് ചെയ്തിട്ടായിരിക്കും അത് ടാർജറ്റ് ഓർഗനിലോട്ട് എത്തുന്നുണ്ടാവുക. അപ്പൊ അതിന് പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ഉണ്ടാവും, പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സും ഉണ്ടാവും. അപ്പൊ സിമ്പത്തറ്റിക് ഇന്നർവേഷൻ ഓഫ് GI-Tയുടെ പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് അറൈസ് ചെയ്യുന്നത് സ്പൈനൽ കോഡിൽ നിന്നാണ്. സ്പൈനൽ കോഡിന്റെ T5 to L2 സെഗ്മെന്റ്സിൽ നിന്നായിരിക്കും സിമ്പത്തറ്റിക് ഇന്നർവേഷൻ ഓഫ് GI-T അറൈസ് ചെയ്യുന്നത്. അത്
സീലിയാക് ആൻഡ് മിസെൻട്രിക് ഗാംഗ്ലിയ വഴി സീലിയാക് ആൻഡ് മിസെൻട്രിക് ഗാംഗ്ലിയ അവിടെ സിനാപ്സ് ചെയ്ത് അവിടെ നിന്നാണ് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് വരുന്നത്. ഈ സിമ്പതറ്റിക്കിനും പാരസിമ്പത്തറ്റിക്കിനെയും ഫംഗ്ഷൻ എനിക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് ചെറിയൊരു കോഡ് വെച്ച് പഠിക്കാം. ഞങ്ങൾ യുജിക്കൊക്കെ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ പല കഥകൾ പറഞ്ഞിട്ടായിരുന്നു ഓരോന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ മേ ബി നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ സിമ്പതറ്റിക് ഇനർവേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പതി ഉള്ള ആളാണ്. അപ്പം നമ്മുടെ ബോഡിയെ കൊണ്ട് അധികം ജോലിയൊന്നും ചെയ്യിപ്പിക്കണ്ട, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട എന്നാണ് പറയുക. അതായത് ഇത് ഗ്യാസ്ട്രിക് മോട്ടിലിറ്റിയും കുറയ്ക്കും, അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റിയും കുറയ്ക്കും, ഗ്യാസ്ട്രിക് സെക്രീഷൻസും കുറയ്ക്കും. പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യണ്ട എന്ന് പറയും. നോ നോ എന്നാണ് പറയുന്നത്. അതായത് ഈ സിമ്പതറ്റിക് ഇനർവേഷന്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് നോർ അഡ്രിനാലിക് ആൻഡ് ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി ആൻഡ് ഇൻഹിബിറ്റ്സ് ദ സെക്രീഷൻസ്. മോട്ടിലിറ്റി ആൻഡ് സെക്രീഷൻസ് ഓഫ് GIT മൊത്തത്തിൽ കുറയ്ക്കുകയാണ് സിമ്പതറ്റിക് ഇനർവേഷന്റെ ഫംഗ്ഷൻ. കാരണം അതിന് സിമ്പതി ഉണ്ട്, നോ നോ ജോലിയൊന്നും ചെയ്യണ്ട, മൂവ് ചെയ്യണ്ട, സെക്രീറ്റ് ചെയ്യണ്ട, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കൂടുതലും T5 to L2 എന്നാണ് പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് വരുന്നത്. സീലിയാക് ആൻഡ് മിസെൻട്രിക് ഗാംഗ്ലിയോൺസിലാണ് അത് സിനാപ്സ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് വരിക. ഇനി പാരാസിമ്പത്തറ്റിക് ആണെങ്കിലോ, പാരയാണല്ലോ, പാര ആയത് കാരണം നല്ലോണം പണിയെടുപ്പിക്കും, നല്ലോണം മൂവ് ചെയ്യിപ്പിക്കും, നല്ലോണം സെക്രീഷൻസ് ഉണ്ടാക്കിപ്പിക്കും. അതിന്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു അസറ്റാണ്, അസറ്റൈൽ കൊളീനാണ് പാരാസിമ്പത്തറ്റിക് ഇന്റർവേഷന്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇത് കോമൺ ആയിട്ട് GIT മൊത്തം അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സോ പാരാസിമ്പത്തറ്റിക് ഇനർവേഷൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് acetylcholine and it increases motility and it increases secretions. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനായിട്ട് ക്രേനിയൽ നെർവ്സ് എന്നും സേക്രൽ നെർവ്സ് എന്നുമാണ്. ക്രേനിയൽ നെർവ്സ് നമുക്കറിയാം മെഡുല്ല ഒബ്ലാങ്കേട്ട എന്നും ആണ് അറേസ് ചെയ്യുന്നത്. അതിൽ തന്നെ മെയിനായിട്ട് ഫേഷ്യൽ ഗ്ലോസോഫാരിഞ്ചൽ നെർവ്സ് എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മൗത്തിലേക്കും സലൈവറി ഗ്ലാൻസിലേക്കുള്ള ഇന്നർവേഷൻ ഫേഷ്യൽ ആൻഡ് ഗ്ലോസോഫാരിഞ്ചൽ നെർവ്സ് എന്നാണ്. അതേസമയം ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈനിലോട്ടുള്ള പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് എല്ലാം വാഗസ് എന്നാണ്. അപ്പോൾ നമുക്ക് പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ഓഫ് പാരാസിമ്പത്തറ്റിക് ഇന്നർവേഷൻ അറൈസ് ഫ്രം ഫേഷ്യൽ, ഗ്ലോസോഫാരിഞ്ചൽ ആൻഡ് വാഗസ് നെർവ്സ്. 7, 9 and 10th nerves ആണ് പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ഓഫ് പാരാസിമ്പത്തറ്റിക് ഇന്നർവേഷൻ ഓഫ് GIT. അത് പിന്നെ സേക്രൽ സെഗ്മെന്റ്സ് നിന്നും കുറച്ച് ഫൈബേഴ്സ് വരുന്നുണ്ട്. S2, S3, S4. S2, S3, S4ന്റെ ഭാഗത്തു നിന്നും കുറച്ച് പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് വരുന്നുണ്ട്. അത് ലോവർ പാർട്ട് ഓഫ് ലാർജ് ഇൻഡസ്റ്റൈനിലോട്ടാണ് സപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിന് തന്നെയാണ് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സും ഈ പറഞ്ഞ നെർവ്സും തന്നെയാണ് വരുന്നത്. മെഡുല്ലയിൽ 7th, 9th and 10th ക്രേനിയൽ നെർവ്സ് ആണ് പ്രീ ഗാംഗ്ലിയോണിക് ആൻഡ് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് കൊടുക്കുന്നത്. ആൻഡ് ലോവർ പാർട്ട് ഓഫ് ഇൻഡസ്റ്റൈൻസിലോട്ട് സേക്രൽ സെഗ്മെന്റിൽ നിന്ന് S2, S3, S4 സെഗ്മെന്റ്സ് നിന്നാണ് പ്രീ ഗാംഗ്ലിയോണിക് ആൻഡ് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് പോകുന്നത്. സോ പാരാസിമ്പത്തറ്റിക് ഇന്നർവേഷൻ പാരയാണ്, അസത്താണ്, പണി കൊടുക്കും, മൂവ്മെന്റ് കൂട്ടും, സെക്രീഷൻ കൂട്ടും. ഓക്കെ ആണല്ലോ അല്ലെ? അപ്പോൾ ഈ മൂവ്മെന്റ് വരാനോ അല്ലെങ്കിൽ സെക്രീഷൻസ് സെക്രീറ്റ് ചെയ്യാനോ എന്തൊക്കെ ചില സ്റ്റിമുലസുകൾ വേണമല്ലോ, എന്നാലല്ലേ ഇത് ഈ മൂവ്മെന്റ്സ് എല്ലാം ഇനീഷ്യേറ്റ് ചെയ്യുള്ളൂ. ഇതെല്ലാം ന്യൂറോളജിക്കൽ ആൻഡ് ഹോർമോണൽ കൺട്രോളിലാണ് GITയിലെ എല്ലാ ഫങ്ഷൻസും നടക്കുന്നത്. അപ്പൊ അതിനുള്ള സ്റ്റിമുലസ് അല്ലെങ്കിൽ അതിനെ റിസീവ് ചെയ്യാനുള്ള പലതരം റിസപ്റ്റേഴ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. ഒന്ന് മെക്കാനിക്കൽ റിസപ്റ്റേഴ്സ് ഉണ്ടാവും, കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്, പെയിൻ ഓർ നോസിസെപ്റ്റേഴ്സ് ഉണ്ട്, മിസെൻട്രിക് റിസപ്റ്റേഴ്സ് ആൻഡ് തെർമോ റിസപ്റ്റേഴ്സ്. അതായത് നമ്മുടെ ഫുഡ് ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു മെക്കാനിക്കൽ സ്ട്രെച്ചിങ് ഉണ്ടാവും, ചില കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ പെയിൻഫുൾ ആയിരിക്കാം, ചില നമ്മുടെ നോർമൽ സെൻസേഷനിൽ പെയിൻ സെൻസേഷനും GITയിൽ ഉണ്ടല്ലോ. അപ്പൊ അത് ക്യാരി ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്, മിസെൻട്രിക് റിസപ്റ്റേഴ്സ് ഉണ്ട്, ആൻഡ് തെർമോ റിസപ്റ്റേഴ്സ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്ന റിസപ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ അതിനുള്ള സെൻസറി അഫറൻസ് കൂടുതലും സ്പ്ലാങ്ക്നിക് നെർവ്സ് എന്നും വാഗൽ ഫൈബേഴ്സ് എന്നാണ് വരുന്നത്. 80% സെൻസറി അഫറൻസും വാഗൽ ഫൈബേഴ്സ് തന്നെയാണ്. അത്
നമ്മുടെ ഗട്ടിൽ നിന്നുള്ള ഇൻഫർമേഷൻ എല്ലാം CNS പാസ് ചെയ്യും. അതേസമയം സ്പ്ലാങ്കനിക് നെർവ്സ് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസേഷൻസിനെ എല്ലാം ഗട്ടിൽ നിന്ന് സ്പൈനൽ കോഡിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പൈനൽ കോഡിൽ നിന്നുള്ള സിമ്പത്തറ്റിക് ഇഫറൻസ് ഈ സ്പ്ലാങ്കനിക് നെർവ്സ് വഴി തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക. ഈ സെൻസറി അഫറൻസിന്റെ എപ്പോഴും നമ്മുടെ സെൻസേഷൻസിന്റെ ഒരു മീൻസ് ന്യൂറോൺ എന്ന് പറയുന്നത് ഡോസൽ റൂട്ട് സ്പൈനൽ ഗാംഗ്ലിയയിലായിരിക്കും. സ്പൈനിന്റെ ഡോസൽ റൂട്ട് ഗാംഗ്ലിയയിലാണ് എല്ലാ സെൻസേഷൻസും. മോസ്റ്റ് ഓഫ് ദ സെൻസേഷൻസിന്റെ ഫസ്റ്റ് റിലീസ് സെന്റർ എന്ന് പറയുന്നത് ഡോസൽ റൂട്ട് ഗാംഗ്ലിയ ഓഫ് സ്പൈനൽ കോഡിലായിരിക്കും ഉണ്ടാവുക. അത് GIT-യിലും അതേപോലെ തന്നെയാണ്. വാഗൽ ഫൈബേഴ്സ് CNS-ലോട്ട് സെൻസേഷൻസ് ക്യാരി ചെയ്യുന്നു, സ്പ്ലാങ്കനിക് നെർവ്സ് സ്പൈനൽ കോഡിലേക്ക് സെൻസേഷൻസ് ക്യാരി ചെയ്യുന്നു. അത്രേ ഉള്ളൂ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സ്പ്ലാങ്കനിക് ടു സ്പൈൻ, വേഗൽ ടു CNS, കാരണം അതൊരു ക്രേനിയൽ നെർവ് ആണല്ലോ. പിന്നെ എന്തൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് GIT-യിൽ? ഇതിപ്പോ ഞാനൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ പോലെ പറയാണ് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഓരോ ഓർഗനായിട്ട് എടുത്ത് പഠിക്കുമ്പോഴും എല്ലാ ഓർഗൻസും നമുക്ക് ഇത് അപ്ലിക്കബിൾ ആയിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, പല പല ഫങ്ഷൻസ് ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവും, ഇൻഹിബിറ്ററി ഫംഗ്ഷനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, സെക്രീഷൻസ് കൂടുതൽ കൂട്ടുന്നതുണ്ട്, ആൻഡ് അതർ ഫംഗ്ഷൻസ് ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. എക്സൈറ്റേറ്ററിയിൽ നമ്മൾ പറഞ്ഞ പാരാസിമ്പത്തറ്റിക്കിന്റെ തന്നെ പണി കൊടുക്കുന്ന, എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന, കൂടുതൽ മൂവ് ചെയ്യിക്കുന്ന, കൂടുതൽ സെക്രീറ്റ് ചെയ്യിക്കുന്ന അസറ്റൈൽ കോളീനും സബ്സ്റ്റൻസ് പിയും ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സൈറ്റേറ്ററി മോട്ടോർ ന്യൂറോൺസ് ഓഫ് GIT. ഇൻഹിബിറ്ററി ആയിട്ട് വരുന്നത് നൈട്രിക് ഓക്സൈഡ്, VIP ആൻഡ് ATP. ഇനി സെക്രീഷൻസ് കൂട്ടുന്നത് ഈ പറഞ്ഞ അസറ്റൈൽ കോളിൻ തന്നെയാണല്ലോ. അസറ്റൈൽ കോളിൻ, ഹിസ്റ്റമിൻ പോലുള്ള മോളിക്യൂൾസ് ആണ് സെക്രീഷൻസ് കൂട്ടുന്നത്. പിന്നെ നോറെപ്പിനെഫ്രിൻ, സെറട്ടോണിൻ, ഗാബ, ഡോപ്പമിൻ, സൊമാറ്റോസ്റ്റാറ്റിൻ, അങ്ങനത്തെ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും GIT-യിൽ പല ഫങ്ഷൻസിലും ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് മൗത്ത് ആൻഡ് സലൈവറി ഗ്ലാൻസിന്റെ കുറച്ച് പോയിന്റ്സ് നോക്കി പോവാം. നമുക്ക് മെയിൻ ആയിട്ട് സലൈവറി ഗ്ലാൻസ് മേജറും ഉണ്ട്, മൈനർ സലൈവറി ഗ്ലാൻസും ഉണ്ട്. മേജർ സലൈവറി ഗ്ലാൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെ പരോട്ടിഡ് ഉണ്ട്, സബ് മാക്സിലറി ആൻഡ് സബ് മാൻഡിബുലർ ഗ്ലാൻസ് ഉണ്ട്. പരോട്ടിഡ് ഗ്ലാൻഡിന്റെ ഡക്റ്റിന്റെ പേരെന്തുവാ? ഭയങ്കര കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അനാട്ടമിയിലായിരിക്കും ചോദിക്കുക ഡക്റ്റിന്റെ പേര് അല്ലെങ്കിൽ അതിന്റെ ഓപ്പണിങ്സ്, ലൊക്കേഷൻ. അത് കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്. ഇതിനെല്ലാം യെസ് കറക്റ്റ് ആണ്. സ്റ്റെൻസൻസ് ഡക്റ്റ് ആണ്. അത് ഓപ്പൺ ചെയ്യുന്നത് എവിടെയായിട്ടാ? ആ സെയിം ലൊക്കേഷൻ നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസിലൊക്കെ വേറൊരു സൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകുന്നതാണ്. അപ്പർ സെക്ഷൻ മോളാർ. യെസ്, അത് ഏത് സൈനിന്റെ ലൊക്കേഷൻ ആണ്? അതേ ലൊക്കേഷനിൽ തന്നെയാണ് നമ്മുടെ പരോട്ടിഡ് ഗ്ലാൻഡ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പർ സെക്കൻഡ് മോളാറിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പരോട്ടിഡ് ഗ്ലാൻഡിന്റെ സ്റ്റെൻസൻസ് ഡക്ട് ഓപ്പൺ ചെയ്യുന്നത്. ഏറ്റവും ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ചോദിച്ചാൽ പരോട്ടിഡ് ഗ്ലാൻഡ് ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സലൈവറി ഔട്ട്പുട്ട് വരുന്നത് എവിടുന്നാ? സബ്മാൻഡിബുലാർ. മാക്സില മുകളിലത്തെ ഇല്ലല്ലേ, സബ്മാൻഡിബുലാർ. ഫ്ലോർ ഓഫ് മൗത്തിലാണ് സബ്മാൻഡിബുലാർ ഗ്ലാൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഈ പറഞ്ഞ സലൈവറി ഗ്ലാൻസിന് എല്ലാം ഡക്റ്റിന് വലിയ വലിയ ആൾക്കാരുടെ പേരുകളാണ്. സ്റ്റെൻസൻസ് ഡക്റ്റ് ആണ് നമ്മുടെ പരോട്ടിഡ് ഗ്ലാൻഡിന്റെ ഡക്റ്റിന്റെ പേര്. വാർട്ടൻസ് ഡക്റ്റ് എന്നാണ് സബ്മാൻഡിബുലാർ ഗ്ലാൻഡിന്റെ ഡക്റ്റിന്റെ പേര്. സോ സൈസ് വെച്ച് നോക്കുമ്പോൾ പരോട്ടിഡ്, സബ്മാൻഡിബുലാർ ആൻഡ് സബ്ലിംഗ്വൽ ഗ്ലാൻസ് ആണ് മേജർ സലൈവറി ഗ്ലാൻസ് വരുന്നത്. പിന്നെ കുറച്ച് നമുക്ക് മൈനർ സലൈവറി ഗ്ലാൻസ് കൂടി ഉണ്ട്. സലൈവറി ഗ്ലാൻസ് നമുക്ക് വേറൊരു രീതിയിലും കൂടെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് സീറസ് സെക്രീഷൻസ് വരുന്നത്, അതായത് കൂടുതൽ വാട്ടറി സെക്രീഷൻസ് വരുന്ന ഗ്ലാൻസ് ഉണ്ട്. കുറച്ചുകൂടെ തിക്കായിട്ടുള്ള മ്യൂസിൻ റിച്ച് ആയിട്ടുള്ള സലൈവ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ചില ഗ്ലാൻസ് ഉണ്ട്. ഇത് രണ്ടും മിക്സഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. സോ parotid is the largest gland. It is situated anterior to the ear. Only 25% of ടോട്ടൽ സലൈവ മാത്രമാണ് പരോട്ടിഡിന് കോൺട്രിബ്യൂഷൻ വരുന്നത്. സബ്മാൻഡിബുലാർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോർ ഓഫ് മൗത്തിലാണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്, മാൻഡിബിളിന് മീഡിയൽ ആയിട്ട്. അത് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ലിംഗ്വൽ ഫ്രെനുലം ഉണ്ടല്ലോ, നമ്മൾ ടങ് ഒന്ന് ഉയർത്തി നോക്കിയാൽ കാണുന്ന ഫ്രെനുലത്തിന്റെ
രണ്ട് സൈഡിലായിട്ടാണ് രണ്ട് സബ്മാൻഡിബുലാർ ഗ്ലാൻസിന്റെയും ഡക്ട്സ് ഓപ്പൺ ചെയ്യുന്നത്. ആൻഡ് സബ്ലിംഗ്വൽ ഗ്ലാൻസ് ഉണ്ട്, അത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള മേജർ സലൈവറി ഗ്ലാൻസ് ആണ്. അതും ഫ്ലോർ ഓഫ് മൗത്തിലെ ആന്റീരിയർ പോർഷനിലാണ് ഉള്ളത്. അതിനൊരു ഗ്രൂപ്പ് ഓഫ് ഡക്ട്സ് ആണ് ഉള്ളത്. എന്താ അതിന്റെ പേര്? 6 വെച്ചിട്ടാ. ഇതെല്ലാം നെയിംഡ് ഡക്ട്സ് ആണ്. Ducts of Ravenous. റിവിനസ്, ഡക്ട്സ് ഓഫ് റിവിനസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഡക്ട്സ് ആയിട്ടാണ് അത് ഓപ്പൺ ചെയ്യുക. അതിൽ തന്നെ കുറച്ച് സൈസ് കൂടിയിട്ടുള്ള ഒരു ഡക്റ്റ് ഉണ്ട്, ബാർത്തോളിൻസ് ഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. ഈ ഡക്ട്സ് ഓഫ് റിവിനസിൽ തന്നെ കുറച്ചുകൂടെ ലാർജർ ആയിട്ടുള്ള ഒരു ഡക്റ്റ് ആണ് ബാർത്തോളിൻസ് ഡക്റ്റ്. ഇതെല്ലാം നെയിംഡ് ഡക്ട്സ് ആണ്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ച് പോകേണ്ട പോയിന്റ്സ് ആണ് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞ പോലെ ടൈപ്പ് ഓഫ് സെക്രീഷൻ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം. പരോട്ടിഡ് ഗ്ലാൻഡിൻ്റെത് പ്യുവർലി സിയറസ് ആയിട്ടുള്ളതാണ്, നല്ലപോലെ വാട്ടറി ആയിട്ടുള്ള സെക്രീഷൻ ആണ് പരോട്ടിഡ് എന്ന് വരുന്നത്. നമ്മുടെ മംസ് ഒക്കെ വരുമ്പോൾ കുറച്ച് സലൈവേഷൻ ഒക്കെ കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ അത് ഓർത്തിട്ട് നമുക്ക് കൂടുതൽ വാട്ടറി ആയിട്ടുള്ള സലൈവ അല്ലെങ്കിൽ സിയറസ് ആയിട്ടുള്ള സലൈവ പരോട്ടിഡ് എന്ന് വരുന്നു. സബ്ലിംഗ്വൽ ഗ്ലാൻഡ് രണ്ടും ഏറ്റവും കൂടുതൽ വരുന്നതല്ലേ, അപ്പോൾ രണ്ടും വേണ്ടി വരും, മ്യൂക്കസും വേണം വാട്ടറും വേണം. അത് വെച്ചിട്ടാണ് അത്രയും ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മിക്സഡ് സെക്രീഷൻ ആണ് ഉള്ളത്. കൂടുതൽ മ്യൂക്കസ് ആണ്, ബട്ട് മിക്സഡ് സെക്രീഷൻ വരുന്നതാണ്. സബ്ലിംഗ്വൽ ആണെങ്കിലും സബ്മാൻഡിബുലാർ ആണെങ്കിലും മിക്സഡ് തന്നെയാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറയാൻ വിട്ടുപോയതാണ്, ചെറിയതായിട്ടുള്ള മൈനർ സലൈവറി ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ ലേബിയൽ ആൻഡ് ബക്കൽ ഗ്ലാൻസ് ഉണ്ട്, ഗ്ലോസോഫാരിഞ്ചൽ ആൻഡ് പാലറ്റൈൻ ഗ്ലാൻസ് ഉണ്ട്, ലിംഗ്വൽ ഗ്ലാൻസ് ഉണ്ട്, വോൺ അബ്നേഴ്സ് ഗ്ലാൻസ് ഉണ്ട്. ഇതിൽ ലേബിയൽ ആൻഡ് ബക്കൽ ഗ്ലാൻസിനൊക്കെ മിക്സഡ് ഫംഗ്ഷൻ ആണുള്ളത്. ഗ്ലോസോഫാരിഞ്ചൽ ആൻഡ് പാലറ്റൈൻ ഗ്ലാൻസ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ സോളോ ചെയ്യുന്ന ഭാഗത്താണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മ്യൂസിനും കുറച്ചുകൂടെ ലൂബ്രിക്കേഷനും ഫുഡിന് അല്ലെങ്കിൽ ബോളസിന് കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഗ്ലാൻസ് ആണ് നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ വേണ്ടത്. അപ്പോൾ അതും മ്യൂക്കസ് ആയിരിക്കും. ലിംഗ്വൽ ഗ്ലാൻസ് മിക്സഡ് ആണ്. വോൺ അബ്നേഴ്സ് ഒരു മൈനർ ഗ്ലാൻഡ് ആണ്, അതിലും സീറസ് തന്നെയാണ് വരുന്നത്. മൈനറിന്റെ ലേബിയൽ ആൻഡ് ബക്കൽ ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ ലിപ്സ് ആൻഡ് ചീക്കിലാണ് അതിന്റെ മെയിൻ ലൊക്കേഷൻ വരിക. ഗ്ലോസോ പാലറ്റൈൻ ഇസ്തമസ് ഇൻ ഗ്ലോസോ പാലറ്റൈൻ ഫോൾഡ്, അതായത് നമ്മുടെ പാലറ്റിന്റെ ആ ആർച്ചിന്റെ ഭാഗത്തായിട്ടാണ് ഗ്ലോസോ പാലറ്റൈൻ ഗ്ലാൻസ് വരുന്നത്. അതേപോലെ ഹാർഡ് പാലറ്റിനോട് ചേർന്നിട്ടും അല്ലെങ്കിൽ ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ് ആൻഡ് യൂവിയോളോടൊക്കെ അടുത്തായിട്ടാണ് പാലറ്റൈൻ ഗ്ലാൻസ് വരുന്നത്. ലിംഗ്വൽ ഗ്ലാൻസിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഗ്ലാൻസ് ഓഫ് ബ്ലാൻഡിൻ ആൻഡ് ന്യൂൺ, അതായത് അപ്പെക്സ് ഓഫ് ടങ്ങിനോട് അടുപ്പിച്ചിട്ടാണ് അത് ഉണ്ടാവുക. പിന്നെ പോസ്റ്റീരിയറിൽ വരുന്ന കുറച്ച് മ്യൂക്കസ് ഗ്ലാൻസ് ഉണ്ട്. പോസ്റ്റീരിയർ ലിംഗ്വലിൽ തന്നെ സീറസ് ഗ്ലാൻസ് ആണ് നേരത്തെ പറഞ്ഞ വോൺ അബ്നേഴ്സ് ഗ്ലാൻസ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എവിടെയും ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ നെയിംഡ് ഗ്ലാൻസ് കണ്ടതുകൊണ്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ, നിങ്ങൾക്കൊരു ഫെമിലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻസ് ഒന്നും എവിടെയും കണ്ടിട്ടില്ല. സെക്രീഷൻസ് ഏത് ടൈപ്പ് ആണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി പരോട്ടിഡ് ഗ്ലാൻഡിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് പിരമിഡൽ ഷേപ്പാണ്. അറൌണ്ട് 20 to 30 grams ആണ് ഉണ്ടാവുക. ഇതെല്ലാം നമ്മൾ പറഞ്ഞു. കൂടുതൽ അനാട്ടമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. ഈ പരോട്ടിഡിന് പിന്നെ ഫേഷ്യൽ നെർവായിട്ടൊരു അസോസിയേഷൻ ഉണ്ട്, അകത്തൂടെ പാസ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിനെ പെസ് ആൻസറീനസ് എന്ന് പറയും. പെസ് ആൻസറീനസ് ഇസ് എ ഫേഷ്യൽ നെർവ് അസോസിയേറ്റഡ് വിത്ത് ദ പാർട്ട് ഓഫ് ഫേഷ്യൽ നെർവ് അസോസിയേറ്റഡ് വിത്ത് പരോട്ടിഡ് ഗ്ലാൻഡ്. പെസ് ആൻസറീനസ്. നേരത്തെ പറഞ്ഞ സ്റ്റെൻസൺസ് ഡക്ട് 35 to 40 millimeters ലോങ് ആണ്. ഇറ്റ് ഓപ്പൺസ് അറ്റ് പാപ്പില്ല ഓപ്പോസിറ്റ് ടു സെക്കൻഡ് മാക്സിലറി മോളാർ. സബ്മാൻഡിബുലാർ ഗ്ലാൻഡിനൊരു വാൾനട്ടിന്റെ സൈസ് ആണുള്ളത്, 10 to 15 grams ആണ്. ഇറ്റ് പ്രൊഡ്യൂസസ് 70% ഓഫ് ടോട്ടൽ സലൈവ. ഇറ്റ് ലൊക്കേറ്റഡ് ഇൻ ദ ഫ്ലോർ ഓഫ് മൗത്ത് മീഡിയൽ ടു ദ മാൻഡിബിൾ. പിന്നെ ഇതെല്ലാം കുറച്ച് അഡ്വാൻസ്ഡ് അനാട്ടമിയാണ്, അത്രയ്ക്ക് നമുക്ക് ഈ സലൈവറി ഗ്ലാൻസിന്റെ പോർഷൻ ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. സബ്മാൻഡിബുലാർ ഡക്ട് നേരത്തെ പറഞ്ഞ പോലെ വാർട്ടൺസ് ഡക്ട് ആണ്. ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ദ മൗത്ത് ബിനീത് ദ ടങ് ലാറ്ററൽ ടു ദ ലിംഗ്വൽ ഫ്രണ്ടിലും. ആ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് സബ്ലിംഗ്വൽ കറങ്കിൾ. സബ്ലിംഗ്വൽ കറങ്കിൾ എന്ന് പറഞ്ഞ ചെറിയൊരു പ്രൊജക്ഷനിലൂടെയാണ് സബ്മാൻഡിബുലാർ ഡക്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇറ്റ് ഇസ് അബൌട്ട് 40 millimeters ലോങ്. ഈ സബ്ലിംഗ്വൽ ഗ്ലാൻസ് ആണെങ്കിലും ഇതേ സബ്ലിംഗ്വൽ കറങ്കിളിലോട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. സെയിം പൊസിഷനിലേക്കാണ് സബ്മാൻഡിബുലാർ ആൻഡ് സബ്ലിംഗ്വൽ ഗ്ലാൻസിന്റെ ഡക്സ് ഓപ്പൺ ചെയ്യുന്നത്. സബ്ലിംഗ്വൽ ഗ്ലാൻസ് ആർ ദ സ്മോളസ്റ്റ് മേജർ സലൈവറി ഗ്ലാൻസ്. ഒരു 2% ഒക്കെ അതിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നുള്ളൂ. മെയിൻ സീരീസ് ഓഫ് സ്മോൾ ഡക്സ് കോൾഡ് ഡക്ട് ഓഫ് റിവിനസ് ആണ്.
അതിൽ തന്നെ ലാർജ് ഡക്റ്റ് ആണ് ബാർത്തോളിൻസ് ഡക്റ്റ്. അതാണ് കറങ്കുലർ സബ്ലിംഗ്വാലിസിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ഈ സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു അസിനാർ ഗ്ലാൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു ആൽവിയോളാർ ഗ്ലാൻഡ് ആണ്. അതായത് ചെറിയ അസിനൈ, നമ്മുടെ ലങ്സിലൊക്കെ ഉള്ള പോലത്തെ ചെറിയ അസിനയിലാണ് സെക്രീഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ അസിനയിൽ നിന്ന് ഇന്റർകലേറ്റഡ് ഡക്ട്സിലേക്ക് പോകുന്നു. കുറേ ഇന്റർകലേറ്റഡ് ഡക്ട്സ് ജോയിൻ ചെയ്ത് ഒരു ഇന്റർലോബുലാർ ഡക്റ്റ് ആവും. പിന്നീട് അങ്ങനെയുള്ള കുറേ ഇന്റർലോബുലാർ ഡക്ട്സ് ജോയിൻ ചെയ്ത് ഇന്റർലോബാർ ഡക്റ്റും ആൻഡ് നമ്മൾ ഈ പറഞ്ഞ മെയിൻ ഡക്ട്സ് ഒക്കെ ആയി മാറുന്നുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് സെക്രീഷൻ ആണെന്നനുസരിച്ചിട്ട് ഈ അസിനയുടെ അകത്ത് സീറസ് സെൽസ് അല്ലെങ്കിൽ മ്യൂക്കസ് സെൽസ് ഉണ്ടാവും. സോ ഇൻ ഡക്ട് സിസ്റ്റം ഇന്റർകലേറ്റഡ്, ഇൻട്രാലോബുലാർ, ഇന്റർലോബുലാർ ആൻഡ് മെയിൻ ഡക്റ്റ്. അസിനാർ ഗ്ലാൻഡ് ആണ് സലൈവറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഈ കോമ്പോസിഷൻ ഓഫ് സലൈവ, നമ്മുടെ ഈ എല്ലാ സെക്രീഷൻസിലും ഏറ്റവും മെയിൻ അല്ലെങ്കിൽ ഏറ്റവും അധികമുള്ള കോമ്പണന്റ് എപ്പോഴും വാട്ടർ തന്നെയായിരിക്കും കേട്ടോ. GITയിൽ എല്ലാ സെക്രീഷൻസിന്റെയും 95 to 99% വാട്ടറാണ് അതിന്റെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ബാക്കി അതാത് സെക്രീഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുന്ന സോളിഡ്സ്, ദേ മേ ബി ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് കോമ്പണൻസ്, അതൊരു 2 to 0.5% അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ സോളിഡ് കണ്ടൻസ് വരുന്നുള്ളൂ. സലൈവയിൽ നോക്കുകയാണെങ്കിൽ സലൈവയിൽ ഓർഗാനിക് കോമ്പണൻസിൽ എൻസൈംസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, നോൺ പ്രോട്ടീൻ നൈട്രോജീനസ് സബ്സ്റ്റൻസസ് ഉണ്ട്, ചില വൈറ്റമിൻസ് ഉണ്ടാവും. എൻസൈംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏത് ഡൈജഷൻ ആണ് മൗത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് ന്യൂട്രിയന്റിന്റെ ഡൈജഷൻ ആണ്? നമ്മൾ ലാബിൽ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാറുണ്ട്. സ്റ്റാർച്ചിന്റെ ഫസ്റ്റ് ബ്രേക്ക് നടക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ്. അത് സലൈവറി അമൈലേസ് ആണ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ലിംഗ്വൽ ലിപ്പേസും ലൈസോസൈംസ്, മാൾട്ടേസ് പോലുള്ള ചില എൻസൈംസിന്റെ പോർഷൻസും സലൈവലിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് എന്ന് പറയുന്നത് സലൈവറി അമൈലേസ് തന്നെയാണ്. പിന്നെ അതിൽ വേറെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, മ്യൂസിൻസ് ഉണ്ട്, ലാക്ടോഫെറിൻസും ഇമ്യൂണോഗ്ലോബുലിൻസും പോലുള്ള കുറച്ച് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്, ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻ, ഇൻട്രിൻസിക് ഫാക്ടർ, അങ്ങനത്തെ മറ്റ് പ്രോട്ടീൻസും സലൈവയിൽ ഇൻകോർപ്പറേറ്റഡ് ആണ്. പിന്നെ യൂറിയ, ക്രിയാറ്റിൻ, സിയാലിൻ അതുപോലുള്ള ചില എക്സ്ക്രീറ്ററി പ്രോഡക്ട്സും സലൈവയിൽ പ്രസന്റ് ആയിരിക്കും. വൈറ്റമിൻ ബി കോംപ്ലക്സ് സി പോലുള്ള കണ്ടൻസും സലൈവയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനോർഗാനിക് കോമ്പണൻസ് നോക്കുമ്പോൾ മെയിനായിട്ട് ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ക്ലോറൈഡ്, ബൈകാർബണേറ്റ്, അതെല്ലാം ഉണ്ടാവും. പിന്നെ സ്മോൾ എമൗണ്ട് ഓഫ് ഷെഡിങ്സ്, സെല്ലുലാർ ഷെഡിങ് നടക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പിത്തീലിയൽ സെൽസ്, WBCs, മൈക്രോബ്സ്, അതൊക്കെ കണ്ടീഷൻ അനുസരിച്ചിട്ടും സലൈവയിൽ പ്രസന്റ് ആയിരിക്കും. ഇതിലൊക്കെ മെയിൻ കോമ്പണന്റ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ടത്. ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. സലൈവയുടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അമൈലേസ് ശ്രദ്ധിക്കണം, ലിംഗ്വൽ ലിപ്പേസ്, ലൈസോസൈം, ലാക്ടോഫെറിൻ, ഇമ്യൂണോഗ്ലോബുലിൻസ്, ഇതെല്ലാം നാച്ചുറൽ ഡിഫൻസ് ഫാക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നോക്കിയിരിക്കുക. ഫങ്ഷൻസ് അപ്പോൾ നമുക്ക് അറിയാലോ, ലൂബ്രിക്കേഷൻ, ആന്റി മൈക്രോബിയൽ ആക്ഷൻ ഉണ്ട്, മ്യൂക്കോസിൽ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്ലെൻസിങ് ആക്ഷൻ ഉണ്ട്, ബഫറിങ് കപ്പാസിറ്റി, പിന്നെ നമ്മൾ സോളോ ചെയ്യാനായിരുന്നതിന് മുന്നേ ഫുഡിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഡൈജഷൻ, ഈ അമൈലേസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം ഡൈജഷനിലും സലൈവയ്ക്കൊരു പങ്കുണ്ട്. പിന്നെ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള സ്പീച്ചിനെയും കൂടെ ഈ ലൂബ്രിക്കേറ്റിംഗ് ഇഫക്റ്റ് കാരണം സലൈവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഈ ആന്റി ബാക്ടീരിയൽ ഫങ്ഷൻസ് വരുന്ന എലമെന്റ്സ് ആണ് ലൈസോസൈംസ്, ലാക്ടോഫെറിൻ, ലാക്ടോപെറോക്സിഡേസ്, ഇമ്യൂണോഗ്ലോബുലിൻസ് ഒക്കെ. ആന്റി ഫംഗൽ എന്ന് പറയുമ്പോൾ ഇമ്യൂണോഗ്ലോബുലിൻസും ക്രോമോഗ്രെയിൻസും ഒക്കെയാണ്. അങ്ങനെ ഒരു സെക്രീറ്ററി ലൂക്കോസൈറ്റ്സ്, ഇമ്യൂണോഗ്ലോബുലിൻസ് ഒക്കെ ആന്റി വൈറൽ ആക്ഷനും ഉണ്ട്. ലൂബ്രിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻസും മ്യൂസിൻസും ആണ്. ഇനി റെഗുലേഷൻ ഓഫ് സലൈവറി സെക്രീഷൻ, നേരത്തെ പറഞ്ഞ പോലെ സിമ്പതറ്റിക്കും ഉണ്ട്, പാരാസിമ്പതറ്റിക്കും ഉണ്ട്. അതേപോലെ തന്നെ സബ്ലിംഗ്വൽ ആൻഡ് സബ്മാക്സിലറി ഗ്ലാൻസിലേക്കുള്ള നെർവ് സപ്ലൈയും പരോട്ടിഡിലേക്കുള്ള നെർവ് സപ്ലൈയും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സലൈവറി സെക്രീഷൻ്റെ മെയിൻ സുപ്പീരിയർ സലൈവേറ്ററി ന്യൂക്ലിയസിൽ നിന്ന് പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ജെനിക്കുലേറ്റ് ഗാംഗ്ലിയോണിലൂടെ പാസ് ചെയ്ത് സബ്മാക്സിലറി ഗാംഗ്ലിയോണിൽ വരുന്നുണ്ട്. സബ്മാക്സിലറി ഗാംഗ്ലിയോൺ എന്നാണ് പിന്നീട് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് സബ്ലിംഗ്വലിലേക്കായാലും സബ്മാക്സിലറിയിലേക്കായാലും പോകുന്നത്. അപ്പോൾ സുപ്പീരിയർ സലൈവേറ്ററി ന്യൂക്ലിയസ് ആണ് ഇതിൻ്റെ
മെയിൻ സെന്റർ എന്ന് പറയുന്നത്, സലൈവേഷന്റെ മെയിൻ സെന്റർ എന്ന് പറയുന്നത് അത് എന്താണ് സബ്മാക്സിലറി ഗാംഗ്ലിയോണിൽ വന്ന് സിനാപ്സ് ചെയ്തതിന് ശേഷമാണ് സബ്ലിംഗ്വലിലേക്കും സബ്മാക്സിലറിയിലേക്കും പോകുന്നത്. അതേസമയം ഇൻഫീരിയർ സലൈവേറ്ററി ന്യൂക്ലിയസ് ആണ് പരോട്ടിഡിന്റെ സെക്രീഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. വലിയ ഗ്ലാൻഡിനെ ഇൻഫീരിയർ ന്യൂക്ലിയസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, ചെറിയ ഗ്ലാൻഡ്സിനെ സുപ്പീരിയർ ന്യൂക്ലിയസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ഓർത്തു വയ്ക്കുക. ഇൻഫീരിയർ സലൈവേറ്ററി ന്യൂക്ലിയസിൽ നിന്ന് ക്ലോസോഫാരിഞ്ചൽ നെർവ് വഴി ഓട്ടിക് ഗാംഗ്ലിയോണിലാണ് പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് വന്ന് സിനാപ്സ് ചെയ്യുക. അവിടെ നിന്നുള്ള പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ആണ് പരോട്ടിഡ് ഗ്ലാൻഡിനെ സപ്ലൈ ചെയ്യുന്നത്. സോ ഇൻഫീരിയർ സലൈവേറ്ററി ന്യൂക്ലിയസ്, ഗ്ലോസോഫാരിഞ്ചൽ നെർവ്, ഓട്ടിക് ഗാംഗ്ലിയോ ആൻഡ് പരോട്ടിഡ് ഗ്ലാൻഡ്. ഇതാണ് പരോട്ടിഡിലേക്കുള്ള ഒരു നെർവ് സപ്ലൈ. സബ്മാക്സിലറി ആൻഡ് സബ്മാൻഡിബുലറിലേക്ക് സുപ്പീരിയർ സലൈവേറ്ററി ന്യൂക്ലിയസ്, ഫേഷ്യൽ നെർവ് and submaxillary ganglion and to the sublingual and submaxillary glands. പാരസിമ്പത്തറ്റിക് ഫൈബേഴ്സിന്റെ ആക്ടിവിറ്റി വരുന്ന സമയത്ത് കൂടുതൽ വാട്ടറി സലൈവ ആയിരിക്കും വരിക, കാരണം കൂടുതൽ സെക്രീഷൻസ് ഉണ്ടാവുമല്ലോ. വാട്ടർ കണ്ടന്റ് കൂടുന്തോറും ഓർഗാനിക് കോൺസ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കുറയും. ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതായിരിക്കും? അസറ്റൈൽകൊളിൻ തന്നെ. ആൻഡ് ഇറ്റ് ആക്ടിവേറ്റ്സ് അസിനാർ സെൽസ് ആൻഡ് കോസ് വാസോ ഡയലറ്റേഷൻ. ഈ കൂടുതൽ സെക്രീഷൻസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എന്താണ്? ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യിക്കുന്ന വഴി കൂടുതൽ ഫ്ലൂയിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കാനായിട്ട് പാരസിമ്പത്തറ്റിക് ഫൈബേഴ്സിന് സാധിക്കും. അങ്ങനെയാണ് കൂടുതൽ സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിമ്പത്തറ്റിക് ഫൈബേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവുന്ന ടൈമിൽ തിക് സലൈവ ആയിരിക്കും വരിക. വാട്ടർ കണ്ടന്റ് വളരെ കുറവായിരിക്കും, പക്ഷേ ഓർഗാനിക് കോൺസ്റ്റൻസ് ലൈക്ക് മ്യൂക്കസ് വിൽ ബി റിച്ച്. Neurotransmitter is noradrenaline and it causes vasoconstriction as well as activation of acinar cells, thereby producing a thick saliva. പിന്നെ റെഗുലേഷൻ ഓഫ് സലൈവറി സെക്രീഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു റിഫ്ലെക്സ് റെഗുലേഷൻ ആണ് ഉള്ളത്. അതായത് നമുക്ക് ഭക്ഷണം വായിൽ വെക്കുമ്പോഴും സലൈവേഷൻ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളുടെ മണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മുടെ വായിൽ വെള്ളം വരാറുണ്ട്. അത് രണ്ട് തരത്തിലുള്ള റിഫ്ലെക്സ് റെഗുലേഷൻ ആണ്. ഈ കണ്ടീഷണൽ റെഗുലേഷന്റെ റിഫ്ലെക്സിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഫുഡ് വായിലില്ലാത്ത സമയത്ത് പോലും നമുക്ക് സലൈവേഷനോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് സെക്രീഷൻ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ സെക്രീഷൻ എല്ലാം കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ് ഡയറക്ട്ലി സ്റ്റിമുലേറ്റഡ് ആവുകയാണ്. അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ്, നല്ലൊരു ജിലേബി കണ്ടാൽ നമ്മുടെ വായിൽ വെള്ളം വരാം, അല്ലെങ്കിൽ നല്ല ബിരിയാണിയുടെ മണം കേൾക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ വായിൽ കഴിക്കുന്നില്ല. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മെക്കാനിക്കൽ റിസപ്റ്റേഴ്സിനോ കെമിക്കൽ റിസപ്റ്റേഴ്സിനോ ഒന്നും നമ്മൾ സ്റ്റിമുലസ് കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അതൊരു പ്യുവർലി ന്യൂറോളജിക്കൽ ആയിട്ടുള്ള റിഫ്ലെക്സ് ആണ്. അതിനെയാണ് നമ്മൾ കണ്ടീഷണൽ റിഫ്ലെക്സ്. കാരണം നമ്മളത് തോട്ടാണ്, നമ്മളെ ശീലിപ്പിക്കപ്പെട്ട ഒരു റിയാക്ഷനാണ്. ഈ തരത്തിലുള്ള ഓർമ്മകളോ അല്ലെങ്കിൽ കാഴ്ചകളോ മണങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് അത് എത്തുവായിരിക്കുന്നുള്ളൊരു ഒരു പ്രതീക്ഷയിൽ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സലൈവ അല്ലെങ്കിൽ സെക്രീഷൻസ് ആണ് കണ്ടീഷണൽ റിഫ്ലെക്സിൽ കൂടുതലും വരുന്നത്. അൺകണ്ടീഷണൽ റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെന്റിസ്റ്റിന്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ഇൻസ്ട്രുമെന്റ്സ് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സലൈവേഷൻ വരും. അതൊരു ഫുഡല്ല, നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കൊതി തോന്നുന്ന മണങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ എന്നാൽ പോലും നല്ലപോലെ സലൈവേഷൻ വരുന്നുണ്ട്. അത് പ്യുവർലി ആ സെൻസേഷനോടുള്ള ഒരു റിയാക്ഷൻ ആണ്. അത് അൺകണ്ടീഷണൽ റിഫ്ലെക്സ് ആണ്. അതിപ്പോൾ ഫുഡാണെങ്കിലും അല്ലെങ്കിലും മൗത്തിൽ എന്ത് വെച്ചാലും സെക്രീഷൻസ് കൂടുതലായിട്ട് വരുന്നു. അതൊരു അൺകണ്ടീഷണൽ റിഫ്ലെക്സ് ആണ്. ഇത് രണ്ടും സലൈവറി സെക്രീഷനെ റെഗുലേറ്റ് ചെയ്യാറുണ്ട്. അത്രയാണ് സലൈവറി ഗ്ലാൻസ് ആൻഡ് മൗത്ത് എന്നുള്ള പോർഷനിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നത്. ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്ന ഡൗട്ട്സ് ഉള്ളതോ ഉണ്ടോ? കുറച്ചുകൂടെ സ്പീഡിൽ പോകണമെന്നുണ്ടോ? ഡോക്ടർ ഈ മോഡിൽ പോയാൽ മതി. അതെ, ഓക്കെ. കുറച്ച് ടൈം എടുക്കാൻ തോന്നുന്നു. ഓക്കെ ആണല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ല, ഇത് ഫസ്റ്റ് ടൈം ആയ കാരണം ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായത്. നെക്സ്റ്റ് ടൈം തൊട്ട് കുറച്ചുകൂടെ കൺസൈസ് ആക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സ്റ്റൊമക്കിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. എംപ്റ്റി സ്റ്റൊമക്കിന്റെ വോളിയം ഇസ് അബൌട്ട് 50 ml. പക്ഷെ നോർമൽ ഇൻടേക്ക് ഓഫ് ഫുഡ് ആൻഡ് ലിക്വിഡ്സിന് വേണ്ടിയിട്ട് അതൊരു 1 to 1.5 liters വരെ എക്സ്പാൻഡ് ചെയ്യാൻ നമ്മുടെ സ്റ്റൊമക്കിന് പോസിബിൾ ആണ്. പക്ഷേ ഒരു മാക്സിമം കപ്പാസിറ്റി ഓഫ് 4 liters വരെ നമ്മുടെ സ്റ്റൊമക്കിന് പോസിബിൾ ആയിട്ടുണ്ട്. സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ.
പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക് മ്യൂക്കോസയുടെ പ്രത്യേകതയാണ് റൂഗെ ആസ് വെൽ ആസ് ഗ്യാസ്ട്രിക് പിറ്റ്സ് ഓർ ഫോവിയോളെ. ഗ്യാസ്ട്രിക് പിറ്റ്സിന്റെ തന്നെ വേറെ പേരാണ് ഗ്യാസ്ട്രിക് ഫോവിയോളെ എന്ന് പറയുന്നത്. അതായത് ഈ റൂഗെ എന്ന് പറഞ്ഞാൽ എം ടി ആയിരിക്കുന്ന സ്റ്റേറ്റിൽ നമ്മുടെ ഗ്യാസ്ട്രിക് മ്യൂക്കോസ കുറേ ഫോൾസ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതേസമയം ഫുഡ് വന്ന് ഡിസ്റ്റൻഡ് ആകുമ്പോൾ ഈ ഫോൾസ് എല്ലാം ഡിസപ്പിയർ ചെയ്യും. മ്യൂക്കോസയിൽ നമുക്കിങ്ങനെ കുറെ പിറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂക്കോസയാണ് നമ്മുടെ സ്റ്റൊമക്കിന് ഉണ്ടാവുക. കാരണം ആ പിറ്റ്സിലേക്കാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്നുള്ള സെക്രീഷൻസ് വരുന്നത്. ഡയറക്ട്ലി ലൂമനിലേക്ക് സെക്രീറ്റ് ചെയ്യില്ല ചെയ്യുന്നത്. ആ പിറ്റ്സ് വഴിയാണ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ലൂമനിലോട്ട് വരുന്നത്. ഈ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണാം. സ്റ്റൊമക്കിന് കുറച്ച് പാർട്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഇസ് ദ കാർഡിയ, അതായത് ഈസോഫാഗസ് ഒന്ന് സ്റ്റൊമക്കിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സ്ഥലം, ലോവർ ഈസോഫാജിൽ സ്ഫിങ്ക്റ്റർ പ്ലേസ് ചെയ്തിരിക്കുന്ന ഓപ്പൺ ചെയ്യുന്നത് സ്റ്റൊമക്കിന്റെ കാർഡിയാക് റീജിയനിലേക്കാണ്. അതിനുശേഷം ഒരു ഡോം ഷേപ്ഡ് ഏരിയ ഉണ്ട്, അതാണ് ഗ്യാസ്ട്രിക് ഫണ്ടസ് വിച്ച് ഇസ് അബവ് ദ ലെവൽ ഓഫ് ദ ഈസോഫാജിൽ ഓപ്പണിംഗ്. അതിനുശേഷമാണ് മെയിൻ പോർഷൻ ഓഫ് ദ സ്റ്റൊമക്ക് വരുന്നത്, ബോഡി ഓഫ് ദ സ്റ്റൊമക്ക്, ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ഗ്യാസ്ട്രിക് ആൻഡ്രം ആൻഡ് പൈലോറിക് റീജിയൻ. ഈ ബോഡിയും ആൻഡ്രവും ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷന് ഒരു പ്രത്യേക പേരുണ്ട്. അനാട്ടമിയാണ്, എന്നാലൊന്ന് നമുക്ക് ബ്രഷപ്പ് ചെയ്യാലോ. ഇതൊരു ആംഗിൾ ആണ്, ഈ ബോഡിയും ആൻഡ്രവും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ ലെസർ കർവേച്ചറിലുള്ള ഒരു പോർഷനാണ്, ഒറ്റ ഒരു പോയിന്റ് ആണ്. ദിസ് ദ ഇൻസിസ്യൂറ ആംഗുലാരിസ്, ജംഗ്ഷൻ ഓഫ് ദ ബോഡി ആൻഡ് ആൻഡ്രം ഓഫ് സ്റ്റൊമക്കിനാണ് ഇൻസിസ്യൂറ ആംഗുലാരിസ് എന്ന് പറയുന്നത്. അതൊരു അനാട്ടമി ക്വസ്റ്റൻ ആട്ടോ, ഇത് പറഞ്ഞു പോയപ്പോൾ പറഞ്ഞേ ഉള്ളൂ. പിന്നെ നമ്മുടെ വോൾസ് ഓഫ് സ്റ്റൊമക്ക് നോക്കിയാൽ സീറോസ ഉണ്ട്. മസ്കുലാർ ലെയറിൽ ഏറ്റവും ഔട്ടറായിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ലെയർ ഉണ്ട്, മിഡിലിൽ സർക്കുലർ മസിൽ ലെയർ ഉണ്ട്, ആൻഡ് ഇന്നർ മോസ്റ്റ് ആയിട്ട് ഒബ്ലിക് മസിൽ ലെയറും ഉണ്ട്. സബ്മ്യൂക്കോസയിൽ ഈ പറഞ്ഞ ന്യൂറോവാസ്കുലർ സ്ട്രക്ചേഴ്സും ഗ്ലാൻസും സബ്മ്യൂക്കോസയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ മ്യൂക്കോസയിൽ റൂഗിയും ഗ്യാസ്ട്രിക് പിറ്റ്സും ഉണ്ടാവും. ഇതാണ് ഫോവിയോള ഗ്യാസ്ട്രിക്കെ എന്നും പറയും. ഫോവിയോള ഓർ ഗ്യാസ്ട്രിക് പിറ്റ്സ് ആർ വൺ ആൻഡ് സെയിം. സ്മോൾ ഡിപ്രഷൻസ് ഫൗണ്ട് ഓൺ ദ മ്യൂക്കോസ ഓഫ് ദ സ്റ്റൊമക്ക്. നമ്മൾ നോക്കുമ്പോൾ കാണാം, ഈ പിറ്റ്സ് എന്നുള്ള താഴോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ട്യൂബുലാർ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ഗ്ലാൻസ് കാണാൻ പറ്റുന്നത്. ഗ്യാസ്ട്രിക് ഗ്ലാൻസ് മ്യൂക്കോസയിൽ കണ്ടെയ്ൻഡ് ആണ്. പിന്നെ സബ്മ്യൂക്കോസയിൽ നോക്കുമ്പോൾ ബ്ലഡ് വെസൽസും ലിംഫാറ്റിക് ടിഷ്യൂസ് എല്ലാം ഉണ്ട്, മസിൽ ലെയർ ഉണ്ട്, കണക്റ്റീവ് സീറോസ ഉണ്ട്, പെരിറ്റോണിയം ഉണ്ട്. ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ആണ് ഈ സ്റ്റൊമക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഈ സ്റ്റൊമക്കിന്റെ ഫംഗ്ഷൻ മെയിൻ ആയിട്ട് നടത്തുന്നത് തന്നെ ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻസിന്റെ സെക്രീഷൻസ് ആണ്. മെയിൻലി ഇതിന്റെ ലൊക്കേഷൻ വെച്ചിട്ട് ഈ പറഞ്ഞ നമ്മൾ 4 പോർഷൻസ് പറഞ്ഞല്ലോ, കാർഡിയാക്, ഫണ്ടസ്, ബോഡി ആൻഡ് ആൻഡ്രം ആൻഡ് പൈലോറസ്, 5 പോർഷൻസ്. അത് വെച്ചിട്ട് ആ ഒരു അനാട്ടമിക്കൽ ലൊക്കേഷൻ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ ഫണ്ടിക് ഗ്ലാൻസ് ഉണ്ട്. അവരാണ് മെയിൻലി ഓക്സിൻറ്റിക് ഗ്ലാൻസ് എന്നും പറയുന്നത്. അത് തന്നെ ഫണ്ടസിൽ മാത്രമല്ല, ബോഡിയിലെയും ഫണ്ടസിലെയും ഗ്ലാൻസിന് ചേർത്തിട്ടാണ് ഫണ്ടിക് ഗ്ലാൻസ് ആണ്. ഓക്സിൻറ്റിക് ഗ്ലാൻസ് അല്ലെങ്കിൽ ഓക്സിൻറ്റിക് സെൽസിന്റെ ഫംഗ്ഷൻ എന്താ? HCl സെക്രീഷൻ ആണ് മെയിൻ ആയിട്ട് ഓക്സിൻറ്റിക് സെൽസിന്റെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ടസിനും ബോഡിയിൽ നിന്നുമാണ് ആസിഡ് സെക്രീഷൻസ് കൂടുതൽ വരുന്നത്. പിന്നെയാണ് പൈലോറിക് ഗ്ലാൻസ്. പൈലോറിക് പാർട്ട് ഓഫ് സ്റ്റൊമക്കിലുള്ളതാണ് പൈലോറിക് ഗ്ലാൻസ്. പിന്നെ കാർഡിയക് ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് കാർഡിയക് റീജിയനിലും കുറച്ച് ഗ്ലാൻസ് ഉണ്ടാവും. അവിടെ മെയിൻലി മ്യൂക്കസ് സെക്രീഷൻ ആണ് കൂടുതലുണ്ടാവുക. പൈലോറിക് ഗ്ലാൻസിന് മെയിനായി കൂടുതലായിട്ട് ഗ്യാസ്ട്രിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആയിരിക്കും കേട്ടോ വരിക. ഇനി ഈ പറഞ്ഞ പോലെ ഈ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഗ്ലാൻസിന്റെ സ്ട്രക്ചറിലും അതിനെ കംപ്രൈസ് ചെയ്യുന്ന സെൽസിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്സിൻറ്റിക് ഗ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഫണ്ടസിലും ബോഡിയിലും ആയിട്ട്. ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ആസിഡ് സെക്രീഷൻ വരുന്നത് ഈ ഓക്സിൻറ്റിക് ഗ്ലാൻസ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ പെരൈറ്റൽ സെൽസ് പെരൈറ്റൽ സെൽസ് ആയിരിക്കും അവിടെ ഒരു സ്പെഷ്യലായിട്ട് പ്രസന്റ് ആയിരിക്കുന്ന സെൽസ്. പെരൈറ്റൽ സെൽസ് ആണ് ഈ നമ്മുടെ HCl സെക്രീറ്റ് ചെയ്യുന്ന സെൽസ്, നമുക്കറിയാലോ. അതുപോലെ തന്നെ പ്രോട്ടീൻ ഡൈജഷനും സ്റ്റൊമക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന സ്റ്റൊമക്കിലെ എൻസൈം ഏതാ? കേട്ടില്ലേ ഡോക്ടറെ? പെപ്സിൻ ആണ്. പെപ്സിൻ സെക്രീറ്റ് ചെയ്യുന്നത് ചീഫ് സെൽസ് നിന്നാണ്. പെപ്സിനോജൻ ആയിട്ടാണ് ചീഫ് സെൽസിൽ നിന്ന്
പെപ്സിൻ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഈ പെപ്സിനാണ് പ്രോട്ടീൻ ഡൈജഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ. അതുപോലെ തന്നെ ഈ ഓക്സിൻറ്റിക് സെൽ ഗ്ലാൻസിൽ അതായത് ഒരു ഗ്യാസ്ട്രിക് ഗ്ലാൻഡിനും മെയിൻലി കുറച്ച് പാർട്സ് ഉണ്ട്. അതായത് ഒരു സർഫസ് ലെയർ ഉണ്ടാവും, ഒരു നെക്ക് ഉണ്ടാവും, ഒരു ഇസ്തമസ് ഉണ്ടാവും, പിന്നെ ഒരു ബേസും ഉണ്ട്. ഏറ്റവും അടിഭാഗമാണ് ഈ ട്യൂബുലാർ പാർട്ട് അല്ലെങ്കിൽ യു ഷേപ്ഡ് പാർട്ടാണ് ബേസ് ആയിട്ട് വരുന്നത്. അതിന് മുകളിലായിട്ട് നെക്ക് ഉണ്ട്. ആ സർഫസും നെക്കും തമ്മിൽ ഇടയ്ക്കുള്ള ഭാഗമാണ് ഇസ്തമസ് എന്ന് പറയുന്നത്. അതാണ് ഒരു ഗ്യാസ്ട്രിക് ഗ്ലാൻഡിന്റെ മേജർ സ്ട്രക്ചർ. അതിൽ സെൽസ് എന്ന് പറയുമ്പോൾ ഈ സർഫസ് ലെയറിലുള്ള കുറച്ച് മ്യൂക്കസ് സെൽസ് ഉണ്ടാവും. കാരണം മ്യൂക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്യാസ്ട്രിക് ഏരിയയിൽ. കാരണം അത്രയും അസിഡിക് ആയിട്ടുള്ള സെക്രീഷൻസ് ആണല്ലോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓട്ടോ ഡൈജഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല തിക്ക് ലെയർ ഓഫ് മ്യൂക്കസ് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് സ്റ്റൊമക്കിന്റെ ലൂമനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ മ്യൂക്കോസയിൽ ഉണ്ടാവും. സോ വി ഹാവ് സർഫസ് മ്യൂക്കസ് സെൽസ് ആൻഡ് മ്യൂക്കസ് നെക്ക് സെൽസ്. ഈ നെക്ക് റീജിയനിലും സർഫസ് റീജിയനിലും മ്യൂക്കസ് സെൽസ് ഉണ്ടാവും. പിന്നെ പെരൈറ്റൽ സെൽസ് ഉണ്ട്. പെരൈറ്റൽ സെൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു കനാലിക്കുല ഉണ്ടാവും. ഈ കനാലിക്കുലയിലൂടെ ആയിരിക്കും അത് HCl പുറത്തേക്ക് വിടുന്നുണ്ടാവുക. പിന്നെ നമ്മൾ പറഞ്ഞ പെപ്സിനോജൻ സെക്രീറ്റ് ചെയ്യുന്ന ചീഫ് സെൽസ്, അത് കൂടുതലും ബേസൽ പാർട്ട് ഓഫ് ദ ഗ്ലാൻഡിലായിരിക്കും ചീഫ് സെൽസ് ഉണ്ടാവുക. പെരൈറ്റൽ സെൽസ് കൂടുതൽ ഇസ്തമസ് ആൻഡ് നെക്ക് റീജിയനിലായിരിക്കും പെരൈറ്റൽ സെൽസിനെ കൂടുതൽ കാണാൻ പറ്റുന്നുണ്ടാവുക. അത് കൂടാതെ ചില ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന സെൽസും കൂടെ ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ ഉണ്ടാവും. ലൈക്ക് എൻഡറോക്രോമഫിൻ സെൽസ് ആൻഡ് എൻഡറോക്രോമഫിൻ ലൈക്ക് സെൽസ്. എൻഡറോക്രോമഫിൻ ലൈക്ക് സെൽസ് ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എൻഡറോക്രോമഫിൻ സെൽസ് എന്ന് പറയുന്നത് ANP ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞൊരു ഇൻഹിബിറ്ററി ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന D സെൽസും ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഓക്സിൻറ്റിക് ഗ്ലാൻസിലാണ് മെയിൻലി പെരൈറ്റൽ സെൽസും ചീഫ് സെൽസും കാണുന്നത്. അതേസമയം പൈലോറിക് ഗ്ലാൻസിലേക്ക് നമ്മൾ നോക്കിയാലോ, അവിടെയും ഈ പറഞ്ഞ പോലെ മ്യൂക്കസ് സെൽസ് ഉണ്ടാവും, D സെൽസും ഉണ്ടാവും, ആൻഡ് എൻഡറോക്രോമഫിൻ സെൽസും ഉണ്ടാവും. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്യാസ്ട്രിൻ സെക്രീറ്റ് ചെയ്യുന്ന G സെൽസിന്റെ പ്രസൻസ് ആണ്. അത് നമ്മുടെ ഓക്സിൻറ്റിക് ഗ്ലാൻസിൽ ഇല്ലാത്തൊരു സാധനമാണ്. ഈ ഗ്യാസ്ട്രിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് സെക്രീഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു GI ഹോർമോൺ ആണ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത്. പിന്നെ സ്ട്രക്ചർ ഓഫ് ഗ്ലാൻസ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു. സർഫസ് മ്യൂക്കസ് സെൽസ് അല്ലെങ്കിൽ നെക്ക് മ്യൂക്കസ് സെൽസ് പ്രൊട്ടക്റ്റീവ് ബൈകാർബണേറ്റ് അയോൺസ് റിച്ച് ആയിട്ടുള്ള മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. പെരൈറ്റൽ സെൽസ് ഏറ്റവും കൂടുതൽ ഇസ്തമസ് റീജിയനിലാണ് കാണുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് ഗ്യാസ്ട്രിക് ആസിഡ് ആസ് വെൽ ആസ് ഇൻട്രിൻസിക് ഫാക്ടർ. ഇത് രണ്ടും ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. HCl മാത്രമല്ല പെരൈറ്റൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഇൻട്രിൻസിക് ഫാക്ടർ റിക്വയർഡ് ഫോർ വൈറ്റമിൻ B12 അബ്സോർപ്ഷനും നമ്മുടെ സ്റ്റൊമക്കിലെ ഗ്യാസ്ട്രിക് ഗ്ലാൻസിന്റെ പെരൈറ്റൽ സെൽസ് എന്നാണ് വരുന്നത്. പിന്നെ ചീഫ് സെൽസ് ഓർ പെപ്റ്റിക് സെൽസ് ഓർ സൈമോജനിക് സെൽസ്, they are located towards the base of the gastric glands and they produce pepsinogen and gastric lipase. പിന്നെ നേരത്തെ പറഞ്ഞ എൻഡറോക്രോമഫിൻ സെൽസ് ആൻഡ് എൻഡറോക്രോമഫിൻ ലൈക്ക് സെൽസ്, ഇത് ന്യൂറോ എൻഡോക്രൈൻ സെൽസ് ആണ്. they produce serotonin and other hormones. സെറോട്ടോണിൻ, ഹിസ്റ്റമിൻ പോലുള്ള ഹോർമോൺസ് ആണ് ഈ എൻഡറോക്രോമഫിൻ സെൽസ് അല്ലെങ്കിൽ ന്യൂറോ എൻഡോക്രൈൻ സെൽസ് എന്ന് പറയുന്നത്. പിന്നെ ഈ സ്റ്റൊമക്കിനൊക്കെ പറയുമ്പോൾ ഒരുപാട് എപ്പിത്തീലിയൽ സെൽ ടേൺ ഓവർ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സം എമൗണ്ട് ഓഫ് സ്റ്റെം സെൽസ് ഉണ്ടാവും. കാരണം റാപ്പിഡ് സെൽ ടേൺ ഓവർ നടക്കുന്ന കാരണം പോകുന്ന സെൽസിനെല്ലാം റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള സ്റ്റെം സെൽസും അവിടെ കുറച്ച് അധികമായിട്ട് കാണുന്നുണ്ടാവും. ദേ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ടു റീപ്ലേസ് ദ സെൽസ് ഓഫ് ദ ഗ്ലാൻസ്. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ എല്ലാം ഒരു സമ്മറിയാണ്. ഗ്യാസ്ട്രിക് ഗ്ലാൻസിലുള്ള ഏതൊക്കെ ടൈപ്പ് ഓഫ് സെൽസ് ആണ്, അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ആക്ടിവിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്, ഹോർമോൺസ് ആയിട്ടോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടോ ഒക്കെ. അത് ഏതൊക്കെയാണ്, പിന്നെ അവരെന്താണ് ഈ ഓരോ സെല്ലിൽ എന്തൊക്കെ സബ്സ്റ്റൻസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതൊന്ന് വേഗം ഓടിച്ച് പറയാം. മ്യൂക്കസ് നെക്ക് സെൽസ് ആർ പ്രസന്റ് ഇൻ ദ ഫണ്ടസ് and it secretes mucus rich in bicarbonate and produces a physical barrier between the lumen and the epithelium. ഒരു ബഫറായിട്ടും ഗ്യാസ്ട്രിക് ആസിഡിനുള്ള ഒരു ബഫറായിട്ടും അങ്ങനെ എപ്പിത്തീലിയൽ ഡാമേജ് പ്രിവെന്റ് ചെയ്യാൻ ഈ മ്യൂക്കസ് നെക്ക് സെൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാരൈറ്റൽ സെൽസ് ഓക്സിൻറ്റിക് ഏരിയ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അസറ്റൈൽ കോളിൻ, ഗ്യാസ്ട്രിൻ, ഹിസ്റ്റമിൻ പോലുള്ള ഫാക്ടേഴ്സ് ഒക്കെ അതിന്റെ സെക്രീഷൻസ്, ഗ്യാസ്ട്രിക് ആസിഡ് ആൻഡ് ഇൻട്രിൻസിക് ഫാക്ടർ സെക്രീഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊഡ്യൂസസ് HCl ആൻഡ് ഇൻട്രിൻസിക് ഫാക്ടർ.
ഈ ആസിഡ് മീഡിയം ആണ് പെപ്സിനോജനെ പെപ്സിനായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആസിഡ് മീഡിയത്തിൽ വരുമ്പോൾ അവിടെ ബാക്ടീരിയൽ ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ. ഇൻട്രിൻസിക് ഫാക്ടർ ഹെൽപ്സ് ഇൻ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ. എൻഡറോക്രോമഫിൻ ലൈക്ക് സെൽസ് എന്ന് പറയുന്നതും ബോഡി ഓഫ് സ്റ്റൊമക്കിലാണുള്ളത്. ACH ആൻഡ് ഗാസ്ട്രിൻ സ്റ്റിമുലേറ്റ്സ് ദം ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ഹിസ്റ്റമിൻ ആൻഡ് വിച്ച് ഇൻ ടേൺ സ്റ്റിമുലേറ്റ്സ് ഗാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. ചീഫ് സെൽസും ബോഡിയിലാണ് കൂടുതലുള്ളത്. സെക്രീറ്റിനും അസ്റ്റൈൽ കോളിനുമാണ് അതിൻ്റെ സ്റ്റിമുലൻസ്. പെപ്സിനോജനും ഗ്യാസ്ട്രിക് ലിപ്പേസും ആണ്. അത് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. ജി സെൽസ് എന്ന് പറയുന്നത് ആൻഡ്രത്തിൽ മാത്രം കാണുന്ന പ്രത്യേകമായിട്ടുള്ള സെൽസ് ആണ്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യണത് നേരത്തെ പറഞ്ഞ പോലെ അസിറ്റൈൽ കോളിൻസ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പെപ്റ്റൈഡ്സ്, അമിനോ ആസിഡ്സ് പോലുള്ള കണ്ടൻസ്. അപ്പോൾ ജി സെൽസ് എന്നാണ് ഗ്യാസ്ട്രിൻ റിലീസ് ചെയ്യുന്നത്. ഗ്യാസ്ട്രിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ഹോർമോണാണ്. ഡി സെൽസ് ആർ മോർ പ്രസന്റ് ഇൻ ദ ഓക്സിൻറ്റിക് ഏരിയ. It is stimulated by more acid content in the stomach, gastrin and cholecystokinin, and it produces somatostatin. ഇതൊരു സ്റ്റാറ്റിൻ ആണ്. സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണല്ലോ. അതപ്പോൾ ഈ ഇൻഹിബിറ്ററി ആയിട്ടുള്ള ഒരു ഹോർമോണാണ്. ഈ സെക്രീഷൻസിനെല്ലാം ഇൻഹിബിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഹോർമോണാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. പിന്നെ കുറേ മ്യൂക്കസ് സെൽസ് ഉണ്ട് ആൻഡ്രത്തിലും. മ്യൂക്കസ് ആൻഡ് പെപ്സിനോജനാണ് കൂടുതൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെയും ഫിസിക്കൽ ബാരിയർ ആണ് ഉണ്ടാക്കുന്നത്. പെപ്സിനോജൻ പ്രോട്ടീൻ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഗ്യാസ്ട്രിക് ജ്യൂസിലും നേരത്തെ സലൈവയിൽ പറഞ്ഞ പോലെ 99% വാട്ടറാണ് ഉള്ളത്. സോളിഡ് സബ്സ്റ്റൻസ് നമ്മൾ നോക്കുമ്പോൾ ഓർഗാനിക്കും ഉണ്ട് ഇൻഓർഗാനിക്കും ഉണ്ട്. ഓർഗാനിക്കിൽ വരുന്ന എൻസൈംസ് ആണ് പെപ്സിൻ, റെനിൻ, ഗാസ്ട്രിക് ലിപ്പേസ്, ജെലാറ്റിനേസ് ആൻഡ് യൂറേസ്. ആൻഡ് അതർ ഓർഗാനിക് സബ്സ്റ്റൻസിലാണ് മ്യൂക്കസും ഇൻട്രിൻസിക് ഫാക്ടറും. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് കണ്ടന്റ് ആണുള്ളത്. 150 ml/L ആണ് ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ HCl കോൺസെൻട്രേഷൻ. ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് നേരത്തെ പറഞ്ഞ പോലെ കുറേ ഇലക്ട്രോലൈറ്റ്സും HCl ആണ് വരുന്നത്. HCl ഒരു ഇൻഓർഗാനിക് കോമ്പണൻ്റ് ആണ്, അത് മറക്കാതിരിക്കണേ. അപ്പോൾ ഈ പറഞ്ഞ സെക്രീഷൻസ് എല്ലാം തന്നെയാണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റൊമക്കിൽ വരുന്നത്. അതായത് ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഫുഡ്, അതായത് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയം സ്റ്റൊമക്കിൽ ഫുഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നല്ലപോലെ ചേർണിങ് ഒക്കെ നടക്കുന്നത്. പെപ്സിൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പെപ്സിൻസ് ബ്രേക്ക് ഡൗൺ പ്രോട്ടീൻസ് ഇൻറ്റു പോളിപെപ്റ്റൈഡ്സ്. ഈ ചേർണിങ് ആക്ഷൻ കാരണം ഒരു മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ഉണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള അബ്സോർപ്ഷൻ ഒന്നും സ്റ്റൊമക്കിൽ നടക്കുന്നില്ല. പിന്നെ ഈ ആസിഡിക് മീഡിയം ഉള്ള കാരണം ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഫുഡ് വഴിയുള്ള മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അയൺ അബ്സോർപ്ഷന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ വേണ്ടിയിട്ടുള്ള ഇൻട്രിൻസിക് ഫാക്ടർ ഉണ്ട്. ഡ്യൂോഡനത്തിലേക്ക് ഗ്യാസ്ട്രിക് കണ്ടൻസ് പാസ് ചെയ്യുന്നത് ഒരു റെഗുലേറ്റഡ് മോഡിലാണ് ഗ്യാസ്ട്രിക് എംറ്റിങ് നടക്കുന്നത്. ഈ ഹോർമോൺസിൻ്റെ ഒക്കെ കൺട്രോളിലായിട്ട് നടക്കുക. ഇനി പെപ്സിൻ സെക്രീഷൻ എന്ന് പറയുന്നത് ചീഫ് സെൽസ് എന്നാണെന്ന് പറഞ്ഞല്ലോ. ചീഫ് സെൽസിന്ന് പെപ്സിനോജൻ ആയിട്ടാണ് അത് റിലീസ് ചെയ്യുന്നുണ്ടാവുക. പെരൈറ്റൽ സെൽസിന്ന് നമ്മുടെ HCl വരുന്നുണ്ട്. ഈ ആസിഡ് മീഡിയം ആണ് ഇനാക്റ്റീവ് ഫോം ആയിട്ടുള്ള പെപ്സിനോജനെ പെപ്സിൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഈ പെപ്സിൻ പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. HCl സെക്രീഷനെ ഡേവൻപോർട്ട് തിയറി വഴിയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ പെരൈറ്റൽ സെൽസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ പ്രസൻസിൽ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. ആ ആസിഡ് വളരെ അൺസ്റ്റേബിൾ ആയ കാരണം തന്നെ പെട്ടെന്ന് തന്നെ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ബൈകാർബണേറ്റ് ആൻഡ് H+ അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതേസമയം നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നുള്ള NaCl ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് ക്ലോറൈഡ് അയോൺസ് ആക്റ്റീവ്ലി പെരൈറ്റൽ സെൽസിൻ്റെ അകത്തേക്ക് പമ്പ്ഡ് ഇൻ ആവുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് കനാലിക്കുലസിലേക്ക് ഈ H+ഉം Cl- അയോൺസും പമ്പ്ഡ് ഔട്ട് ആവുന്നുണ്ട്. ഇത് കമ്പൈൻ ചെയ്ത് HCl ഫോം ചെയ്യും. അപ്പോൾ പെരൈറ്റൽ സെൽസിൻ്റെ കനാലിക്കുലസിലേക്കാണ് HCl റിലീസ് ചെയ്യുന്നത്. കനാലിക്കുലസിൽ നിന്ന് ഗ്യാസ്ട്രിക് ഗ്ലാൻസിൻ്റെ ലൂമനിലേക്കും അവിടുന്ന് ഗ്യാസ്ട്രിക് പിറ്റിലേക്കുമാണ് HCl സെക്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഗ്യാസ്ട്രിക് സെക്രീഷൻ ആണെങ്കിലും 3 ഫേസസ് ആയിട്ടാണ് അതിൻ്റെ ഒരു റെഗുലേഷൻ നടക്കുന്നത്. സെഫാലിക് ഫേസ് നേരത്തെ നമ്മൾ സലൈവറി സെക്രീഷൻ പറഞ്ഞ കണ്ടീഷൻ്റെ റിഫ്ലെക്സ് പോലെയാണ്. അതായത് ഫുഡ് നമ്മുടെ വയറിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് കൂടുതലായിട്ട് നടക്കാം. ഈ പറഞ്ഞ പോലെ സൈറ്റ്, ഹിയറിംഗ്, സ്മെൽ, തോട്ട് പോലുള്ള നെയിം സ്റ്റിമുലൈ വരുമ്പോൾ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് കൂടാം. അതൊരു വാഗോവേഗൽ റിഫ്ലെക്സ് ആണ്.
സോറി, അത് ന്യൂറൽ മെക്കാനിസം തന്നെയാണ്. ഈ പറഞ്ഞ സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ സെറിബ്രൽ കോർട്ടെക്സ് എന്നുള്ള സ്റ്റിമുലൈ വഴി വാഗസ് ആക്ടിവേറ്റഡ് ആയി അസിറ്റൈൽകോളിൻ വഴി കൂടുതൽ ഗ്യാസ്ട്രിക് സെക്രീഷൻ വരുന്നു. ഗ്യാസ്ട്രിക് ഫേസിലാണെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ചില സ്റ്റിമുലേഷൻസ്, മെക്കാനിക്കൽ, കെമിക്കൽ, നോസിസെപ്റ്റീവ്, ടെമ്പറേച്ചർ പോലുള്ള സ്റ്റിമുലേഷൻസ് വന്ന റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അഫറൻറ്റ് ഫൈബേഴ്സ് ആർ ഫ്രം വാഗസ് and difference are also through vagus, so it is called a vagovagal response or reflex. അതുവഴി ഫുഡ് വയറിൽ എത്തുമ്പോൾ, അതായത് സ്റ്റൊമക്കിൽ എത്തുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ സെക്രീഷൻ കൂടുതലായി വരുന്നതാണ് ഗ്യാസ്ട്രിക് ഫേസ് ഓഫ് ഗ്യാസ്ട്രിക് സെക്രീഷൻ. ആൻഡ് അതിനുശേഷം ഗ്യാസ്ട്രിക് എംപ്റ്റിങ് കഴിഞ്ഞ് ഇൻഡസ്റ്റൈനിലോട്ട് ഡ്യൂോഡനത്തിലോട്ട് സ്റ്റൊമക്കിലെ പ്രോസസ്സ് കഴിഞ്ഞ ഡൈജസ്റ്റീവ് പ്രോസസ്സിന് ശേഷം നമ്മൾ ഫുഡിനെ പറയുന്നത് കൈമെന്നാണ്. പിന്നെ അങ്ങോട്ട് കൈമാണ് ഡ്യൂോഡനത്തിൽ എത്തുമ്പോൾ തൊട്ട്. സോ കൈം ഡ്യൂോഡനത്തിൽ എത്തുന്നതിന് ശേഷം കുറച്ച് എമൗണ്ട് ഓഫ് ഡ്യൂോഡനത്തിലും കുറച്ച് ജി സെൽസ് ഉണ്ട്, ഗ്യാസ്ട്രിൻ സെക്രീറ്റ് ചെയ്യുന്ന ജി സെൽസ് ഉണ്ട്. അപ്പോൾ സം എമൗണ്ട് ഓഫ് ഗ്യാസ്ട്രിൻ വിൽ ബി റിലീസ്ഡ് വൺസ് ദ കൈം എൻറ്റേഴ്സ് ഇൻ ടു ഡ്യൂോഡിനം. അപ്പോഴും സം എമൗണ്ട് ഓഫ് ഗ്യാസ്ട്രിക് സെക്രീഷൻ വിൽ ബി gastric juices will be produced in the stomach even after the food has entered into the intestine. അതൊക്കെ തന്നെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടെ ഗ്രാഫിക്കൽ ആയിട്ടുള്ളൊരു റെപ്രസെന്റേഷൻ ആണെന്നേ ഉള്ളൂ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അത് നീ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? ഡോക്ടറെ നിങ്ങൾ പിന്നീട് റെഫർ ചെയ്താൽ മതിയാവും. പിന്നെ ഹോർമോണൽ റെഗുലേഷൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമ്മൾ കുറച്ച് ഹോർമോൺസിനെ മെൻഷൻ ചെയ്ത് പോയല്ലോ, ഈ എൻഡറോക്രോമഫിൻ സെൽസ് അല്ലെങ്കിൽ എൻഡറോക്രോമഫിൻ ലൈക്ക് സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ജി സെൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഗ്യാസ്ട്രിൻ ആണ് ഗ്യാസ്ട്രിക് സെക്രീഷൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ഹോർമോൺ. അത് സ്റ്റൊമക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ചെല്ലുന്ന സമയം, അല്ലെങ്കിൽ കഫീൻ്റെ പ്രസൻസിലൊക്കെ ജി സെൽസ് സ്റ്റിമുലേറ്റഡ് ആയി കൂടുതൽ ഗ്യാസിൻ സെക്രീറ്റ് ചെയ്യുന്നു സ്റ്റൊമക് മ്യൂക്കോസ എന്നാണ്. ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഫർദർ ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷൻ. പിന്നെ സെക്രീറ്റിൻ എന്ന് പറയുന്ന സംഭവം സ്റ്റിമുലേറ്റഡ് ആവുന്നത് ആസിഡിക് കൈം ഇൻഡസ്റ്റൈനിലേക്ക് ചെല്ലുമ്പോഴാണ്. ഡ്യൂോഡനൽ മ്യൂക്കോസയിലാണ് സെക്രീറ്റിൻ എസ് സെൽസ് എന്ന് പറഞ്ഞ സെൽസ് ഉള്ളത്. അവിടേക്ക് സ്റ്റൊമക്ക് എന്നുള്ള ആസിഡ് നല്ലവണ്ണം മിക്സ് ആയിട്ടുള്ള കൈമ എത്തുന്ന സമയത്താണ് എസ് സെൽസ് സ്റ്റിമുലേറ്റഡ് ആയി സെക്രീറ്റിൻ കൂടുതൽ റിലീസ് ആവുക. സെക്രീറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ബൈലിന്റെ സെക്രീഷൻ കൂട്ടുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഹോർമോണാണ് കോളിസിസ്റ്റോകൈനിൻ. അത് സ്റ്റിമുലേറ്റഡ് ആവുന്നത് ട്രൈഗ്ലിസറൈഡ്സ്, ഫാറ്റി ആസിഡ്സ്, അമിനോ ആസിഡ്സ് പോലുള്ള പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ്. അതും ഡ്യൂോഡനൽ മ്യൂക്കോസയിലാണ് അതിന്റെ സെൽസ് ഇരിക്കുന്നത്. ഐ സെൽസ് ആണ് കോളിസിസ്റ്റോകൈനിൻസ് റിലീസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഗ്യാസ്ട്രിക് ഹോർമോൺസ് എന്ന പോർഷൻ ഒന്നുകൂടെ പറയുന്നുണ്ട്. കോളിസിസ്റ്റോകൈനിൻ എന്ന് പറഞ്ഞാൽ, കോളിസിസ്റ്റ് എന്താണ്? കോളി is bile, cyst is a bladder, so it is the gall bladder. Kinin is movement, kinetic energy എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ കോളിസിസ്റ്റോകൈനിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടു മൂവ് ദ ഗോൾ ബ്ലാഡർ, അതായത് ഗോൾ ബ്ലാഡർ കൺട്രാക്ഷൻ ഉണ്ടാക്കുക, അതുവഴി ബൈല് റിലീസ് ചെയ്യാന്നുള്ളതാണ് കോളിസിസ്റ്റോകൈനിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. അതിനായിട്ട് അവിടെയുള്ള സ്ഫിങ്ക്റ്റർ ഓഫ് ബോഡി റിലാക്സ് ചെയ്യണം. അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് സെക്രീഷൻസും കോളിസിസ്റ്റോകൈനിൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്, അത് പേരിൽ തന്നെ ഉണ്ട്, ഒരു ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് ആണ്. ഗ്ലൂക്കോസ്, ഫാറ്റി ആസിഡ്സ്, അമിനോ ആസിഡ്സ് എല്ലാം ഡ്യൂോഡനൽ മ്യൂക്കോസയിൽ എത്തുന്ന സമയത്താണ് GIPയുടെ റിലീസ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി ആണല്ലോ, അപ്പോൾ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കുള്ള ഫംഗ്ഷൻസ് ആയിട്ടുള്ള പാൻക്രിയാറ്റിക് സെക്രീഷൻ, ഇൻസുലിൻ സെക്രീഷൻ ഒക്കെയാണ് GIP ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഈ ഗ്യാസ്ട്രിക് എംപ്റ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു റിഫ്ലെക്സ് ആണ് എൻഡറോ ഗ്യാസ്ട്രിക് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റൊമക്കിലുള്ള ഡൈജഷന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഈ കൈം എന്ന് പറഞ്ഞ സംഭവം ഡ്യൂോഡനത്തിലെത്തി. അപ്പോൾ അവിടെ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവും. ആൻഡ് സെൻസറി നെർവ് ഫൈബേഴ്സ് CNSലേക്ക് ട്രാവൽ ചെയ്യുന്നു ത്രൂ വാഗസ് നെർവ്. പിന്നെ അവിടെ നിന്നുള്ള ഡിഫറെൻറ്റ് ഫൈബേഴ്സ് അഗെയിൻ ത്രൂ വാഗസ് നെർവ്, വാഗസ് നെർവ് അല്ല, ഇത് ഇൻഹിബിറ്ററി ആണ്. സോ nerve impulses inhibit the peristalsis in the stomach wall. ഈ ഒരു കുറച്ചുകൂടെ സമയം സ്റ്റൊമക്കിൽ അത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടൈം ബൈ ചെയ്യാന്നുള്ളതാണ് ഈ എൻഡറോഗ്യാസ്ട്രിക് റിഫ്ലെക്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ അത് ഡ്യൂോഡിനം
ഡ്യൂഡിനത്തിലേക്ക് കൈമെത്തുന്ന സമയത്ത് വരുന്ന ഒരു ഇൻഹിബിഷൻ ഓഫ് ഗ്യാസ്ട്രിക് പാരാലിസിസ് ആണ് എൻഡറോ ഗ്യാസ്ട്രിക് റിഫ്ലെക്സ്. പിന്നെ വാഗോവാഗൽ റിഫ്ലെക്സ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, കോൺട്രാക്ഷൻ ഓഫ് GI മസിൽ ലെയേഴ്സ് ഇൻ റെസ്പോൺസ് ടു ഡിസ്റ്റൻഷൻ ഓഫ് ദ ട്രാക്ട് ബൈ ഫുഡ്. ലാർജ് എമൗണ്ട് ഓഫ് ഫുഡിനെ അക്കോമഡേറ്റ് ചെയ്യാനാണ് ഈ വാഗോവാഗൽ റിഫ്ലെക്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അത്രയൊക്കെയാണ് സ്റ്റൊമക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. നെക്സ്റ്റ് യു ലുക്ക് ഇൻ ടു പാൻക്രിയാസ്. പാൻക്രിയാസ് നമുക്കറിയാം ഒരു എക്സോക്രൈൻ ആസ് വെൽ ആസ് എൻഡോക്രൈൻ ഫങ്ഷൻസ് ഉള്ള ഒരു ഗ്ലാൻഡുലാർ സ്ട്രക്ചറാണ്. ഇതിൻ്റെ എക്സോക്രൈൻ പാർട്ട് എന്ന് പറയുന്നതും ഒരു അസിനാർ സ്ട്രക്ചറുള്ള ഗ്ലാൻഡാണ്. ഈ അസിനാർ സെൽസിൽ നിന്ന് എന്താണ് ഡക്സിലേക്ക്, അതായത് ഇന്റർകലേറ്റഡ് ഡക്സിലേക്കാണ് പാങ്ക്രിയാറ്റിക് സെക്രീഷൻസിനെ, അതായത് എസ്പെഷ്യലി സൈമോജൻ ഗ്രാന്യൂൾസ് ആയിട്ടായിരിക്കും സെക്രീഷൻസിനെ റിലീസ് ചെയ്യുന്നുണ്ടാവുക. അത് പിന്നെ ചെറിയ ഡക്സ് ജോയിൻ ചെയ്ത് മെയിൻ പാങ്ക്രിയാറ്റിക് ഡക്റ്റായി മാറുന്നുണ്ട്. മെയിൻ പാങ്ക്രിയാറ്റിക് ഡക്റ്റിന്റെ പേരെന്താ? ഇറ്റ് ഈസ് അഗെയിൻ എ നെയിംഡ് ഡക്റ്റ്. യെസ്, വിർസങ്സ് ഡക്റ്റ് ആണ് മേജർ പാങ്ക്രിയാറ്റിക് ഡക്റ്റ്. ചില ആൾക്കാരിൽ ഒരു ആക്സസറി ഡക്റ്റും കൂടെ പാങ്ക്രിയാസിന് ഉണ്ടാവാറുണ്ട്. അത് സാന്റോറിനി ഡക്റ്റ് ആണ്. ഡക്റ്റ് ഓഫ് സാന്റോറിനി ആണ് ഒരു ആക്സസറി പാങ്ക്രിയാറ്റിക് ഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഡക്റ്റ് കൂടെ ചില ആൾക്കാരിൽ ഉണ്ടാവും. സോ ഇതിൻ്റെ അനാട്ടമി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബോഡിയിൽ നിന്നുള്ള ഗ്ലാൻസ് എന്നുള്ള സെക്രീഷൻസ് എല്ലാം ഈ ചെറിയ ചെറിയ ഇന്റർകലേറ്റഡ് ഡക്ട്സ് വഴിയൊക്കെ വന്ന് അതൊക്കെ ജോയിൻ ചെയ്ത് മെയിൻ പാങ്ക്രിയാറ്റിക് ഡക്റ്റ് ഓർ ദ ഡക്റ്റ് ഓഫ് വിർസങ് ആയിട്ട് ഫോം ചെയ്യുന്നു. ചില ആൾക്കാരിൽ ഒരു ആക്സസറി പാങ്ക്രിയാറ്റിക് ഡക്റ്റ് കോൾ ഡക്റ്റ് ഓഫ് സാന്റോറിനി ഉണ്ട്. ഈ വിർസങ് ഡക്റ്റ് വന്നിട്ട് നമ്മുടെ കോമൺ ബൈൽ ഡക്റ്റ് ഇല്ലേ, കോമൺ ബൈൽ ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്ത് ആംബുള്ള ഓഫ് വെയ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്പണിങ്ങിലാണ്, അല്ലെങ്കിൽ മേജർ ഡ്യൂഡിനൽ പാപ്പില്ലയിലാണ് സ്മോൾ ഇൻഡസ്റ്റൈനിലേക്ക് ഓപ്പൺ ചെയ്യുക. പക്ഷെ ഡക്റ്റ് ഓഫ് സാന്റോറിനി ഉള്ള ആൾക്കാരിൽ മൈനർ ഡ്യൂഡിനൽ പാപ്പില്ല, ഈ മേജർ ഡ്യൂഡിനൽ പാപ്പിലേനേക്കാളും മുകളിലായിട്ടിരിക്കുന്ന മൈനർ ഡ്യൂഡിനൽ പാപ്പിലയിലേക്കാണ് സാന്റോറിനി ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. പാങ്ക്രിയാറ്റിക് ജ്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 500 to 800 ml per day ആണ് അതിൻ്റെ വോള്യൂംസ് റിലീസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത്രയും ആസിഡിക് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന ഫുഡ് ഫർദർ ഡ്യൂഡിനത്തിലേക്കും ഇൻഡസ്റ്റൈൻസിലേക്കും പോയാൽ ഭയങ്കരമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കാമല്ലോ. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഹൈലി ആൽക്കലൈൻ എൻവയോൺമെൻറ്റ് സ്മോൾ ഇൻഡസ്റ്റൈൻ എസ്പെഷ്യലി ഡ്യൂഡിനത്തിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പാങ്ക്രിയാറ്റിക് ജ്യൂസിൻ്റെ ഒരു ഫംഗ്ഷൻ. സോ ഇറ്റ് ഹാസ് എ വെരി ഹൈ pH ഓഫ് 8 to 8.3. പിന്നെ ഇതിൻ്റെ കണ്ടന്റ് നോക്കുകയാണെങ്കിലും മേജർ കണ്ടന്റ് ഈസ് വാട്ടർ, ഓർഗാനിക് സബ്സ്റ്റൻസസ് ഉണ്ട്, ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ഉണ്ട്. ഇൻഓർഗാനിക് കൂടുതലും ഇലക്ട്രോലൈറ്റ്സ് തന്നെയാണ്. നമുക്ക് ഓർഗാനിക്കിലാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് നോക്കേണ്ടത്. അതിൽ എൻസൈംസ് ഉണ്ട്, പിന്നെ ആൽബുമിൻ, ഗ്ലോബുലിൻ പോലുള്ള ചില ഓർഗാനിക് സബ്സ്റ്റൻസസ് ഉണ്ട്. എൻസൈംസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. 3 ടൈപ്പ് ഓഫ് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പാങ്ക്രിയാറ്റിക് ജ്യൂസിന് സാധിക്കും. മെയിനായിട്ട് പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് ഉണ്ട്, ലിപ്പോലിറ്റിക് എൻസൈംസ് ഉണ്ട്, ആൻഡ് അമൈലോലിറ്റിക് എൻസൈമും ഉണ്ട്. പാങ്ക്രിയാറ്റിക് അമൈലേസ് ആണ് ഇതിലെ അമൈലോലിറ്റിക് എൻസൈം എന്ന് പറയുന്നത്. ഈ പാങ്ക്രിയാറ്റിക് ജ്യൂസിലെ ബാക്കി എല്ലാ ഫാക്ടേഴ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ ശക്തിയുള്ള ആളാരാണ്? ട്രിപ്സിൻ ആണ്. ട്രിപ്സിൻ ഭയങ്കര പൊട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അസിനാർ സെൽസിൽ നിന്ന് ട്രിപ്സിനെ ഒരിക്കലും അതിൻ്റെ ആക്റ്റീവ് ഫോം ഓഫ് ട്രിപ്സിനായിട്ട് അയക്കില്ല റിലീസ് ചെയ്യുക. ട്രിപ്സിനോജൻ എന്ന് പറഞ്ഞ ഫോമിൽ സൈമോജനിക് ഗ്രാന്യൂൾസ് ആയിട്ടായിരിക്കും ഡക്സിലേക്ക് അത് റിലീസ് ചെയ്യുന്നുണ്ടാവുക. അത് സ്മോൾ ഇൻഡസ്റ്റൈനിലെത്തി ഡിയോഡിനത്തിൽ എത്തിയതിന് ശേഷം മാത്രമേ അതിന് ട്രിപ്സിനോജൻ ടു ട്രിപ്സിൻ എന്ന് പറഞ്ഞ കൺവേർഷൻ നടക്കുള്ളൂ. അതിനെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ഒരു എൻസൈം ഉണ്ട് സ്മോൾ ഇൻഡസ്റ്റൈൻ സെക്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിയോഡിനം സെക്രീറ്റ് ചെയ്യുന്നത്, അതാണ് എൻഡറോകൈനേസ്. അതിൻ്റെ പ്രസൻസിൽ മാത്രമേ ട്രിപ്സിനോജൻ ട്രിപ്സിനായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ അത് ഈ ട്രിപ്സിൻ ഉള്ളിൽ നിന്നേ പൊട്ടൻ്റ് ആയി കഴിഞ്ഞാൽ അത് പാങ്ക്രിയാസിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. ഒരു ഓട്ടോ ഡൈജഷൻ അവിടെ സംഭവിച്ചു പോകും. പിന്നെ എന്താ, ഇതിൽ ഹൈ ബൈകാർബണേറ്റ് കണ്ടന്റ് ആയിരിക്കും പാങ്ക്രിയാറ്റിക് ജ്യൂസിൽ ഉണ്ടാവുക. 110 to 150 ml/L. നമ്മുടെ HCl പോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ HCl 150 ml/L ആണെങ്കിൽ
പാങ്ക്രിയാറ്റിക് ജ്യൂസിൽ ബൈകാർബണേറ്റ് 150 മില്ലി ഈക്വലൻസ് പെർ ലിറ്റർ വരെ ഉണ്ടാവാം. പിന്നെ മറ്റ് പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് ആണ് കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസസ്, ന്യൂക്ലിയേസ്, ഇലാസ്റ്റേസ് ആൻഡ് കൊളാജനേസ്. ലിപ്പോലിറ്റിക് എൻസൈംസിൽ പാങ്ക്രിയാറ്റിക് ലിപ്പേസ്, കൊളസ്ട്രോൾ എസ്റ്റർ ഹൈഡ്രലേസ്, ഫോസ്ഫോലിപ്പേസ് എ ആൻഡ് ബി, കോലിപ്പേസ്, ബൈൽ സോൾട്ട് ആക്ടിവേറ്റഡ് ലിപ്പേസ് ഉണ്ട്. അപ്പോൾ പാങ്ക്രിയാറ്റിക് പ്രോട്ടിയോലിറ്റിക് എൻസൈംസിനെ കുറിച്ച് നോക്കാം. അതായത് ട്രിപ്സിനോജൻ പാങ്ക്രിയാസിന് പ്രൊഡ്യൂസായി ഡിയോഡിനത്തിലെത്തി അവിടെയുള്ള ബ്രഷ് ബോർഡറിൽ നിന്നാണ് എൻഡറോകൈനേസ് അഥവാ എൻഡറോപെപ്റ്റിഡേസ് എന്ന് പറഞ്ഞ എൻസൈം വരുന്നത്. അതാണ് ട്രിപ്സിനോജനെ ആക്റ്റീവ് ഫോമായിട്ട് ട്രിപ്സിൻ ആക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ബാക്കി എല്ലാ എൻസൈംസിനെയും ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ട്രിപ്സിനാണ്. അപ്പോൾ കുറേ പ്രിമിറ്റീവ് ഫോംസിലായിരിക്കും കൈമോട്രിപ്സിനോജനായിട്ടായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവും. അത് ആക്റ്റീവ് ഫോമായിട്ടുള്ള കൈമോട്രിപ്സിനിലേക്ക് ട്രിപ്സിൻ കൺവേർട്ട് ചെയ്യും. പ്രോ കാർബോക്സി പെപ്റ്റിഡേസിനെ കാർബോക്സി പെപ്റ്റിഡേസ് ആക്കും. പ്രോ ഇലാസ്റ്റേസിനെ ഇലാസ്റ്റേസ് ആക്കും. അങ്ങനെയുള്ള പ്രോ എൻസൈംസിനെല്ലാം ആക്റ്റീവ് ആക്കുന്നത് ട്രിപ്സിനാണ്. പിന്നെ ഈ പറഞ്ഞ ഈ പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് എല്ലാം ചേർന്ന് വലിയ പ്രോട്ടീൻസിനെയും ഡൈപെപ്റ്റൈഡ്സിനെയും ട്രൈപെപ്റ്റൈഡ്സിനെയും പ്രോട്ടീൻസിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡൈപെപ്റ്റൈഡ്സ്, ട്രൈപെപ്റ്റൈഡ്സ് എന്ന അമിനോ ആസിഡ്സ് എന്നുള്ള സിംപ്ലർ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? സ്റ്റൊമക്കിലാണ്, പെപ്സിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഭൂരിഭാഗം നടക്കുന്നത് ഇൻഡസ്റ്റൈനിൽ എത്തിയതിനു ശേഷം അണ്ടർ ദ കൺട്രോൾ ഓഫ് ട്രിപ്സിൻ ആയിരിക്കും. പിന്നെ ഇത് ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ കൈമോട്രിപ്സിൻ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ലാർജർ പ്രോട്ടീൻസിനായിരിക്കും. ട്രിപ്സിനും കൈമോട്രിപ്സിനും ലാർജർ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പോളിപെപ്റ്റൈഡ്സ്, ട്രൈപെപ്റ്റൈഡ്സ് ഒക്കെ ആക്കി മാറ്റും. കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്നത് ഈ പെപ്റ്റൈഡ്സിനെ ഫർദർ അമിനോ ആസിഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇലാസ്റ്റേസ് ഇലാസ്റ്റിക് ടിഷ്യൂവിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. കൊളാജനേസ് കൊളാജനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതുപോലെ തന്നെ ന്യൂക്ലിയോട്ടിഡേസസ് ഉണ്ട്. ന്യൂക്ലിയിക് ആസിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസും പാങ്ക്രിയാറ്റിക് സെക്രീഷനിൽ ഉണ്ടാവും. പിന്നെ പാങ്ക്രിയാറ്റിക് ലിപ്പോലിറ്റിക് എൻസൈംസ് എന്ന് പറയുമ്പോൾ പാങ്ക്രിയാറ്റിക് ലിപ്പേസ് ട്രൈഗ്ലിസറൈഡ്സിനെ മോണോഗ്ലിസറൈഡ്സും ഫാറ്റി ആസിഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യും. അത് കൂടുതലും ബൈലും ബൈൽ സോൾട്സും കോലിപ്പേസിന്റെ ഒക്കെ പ്രസൻസിലാണ് പാങ്ക്രിയാറ്റിക് ലിപ്പേസ് ആക്ടിവേറ്റഡ് ആവുക. അതിന് ഒരു ആൽക്കലൈൻ pH ആണ് വേണ്ടത്. കൊളസ്ട്രോൾ എസ്റ്റർ ഹൈഡ്രലേസ് കൊളസ്ട്രോൾ എസ്റ്റേഴ്സിനെ ഫ്രീ കൊളസ്ട്രോൾ ആൻഡ് ഫാറ്റി ആസിഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യും. ഫോസ്ഫോലിപ്പേസ് എയും ഫോസ്ഫോലിപ്പേസ് ബി ഒരു കണ്ടിന്യൂസ് ഡൈജസ്റ്റീവ് ആക്ടിവിറ്റിയാണ് നടത്തുന്നത്. ഫോസ്ഫോലിപ്പേസ് എ എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ്സ് ലൈക്ക് ലെസിത്തിൻ ആൻഡ് സെഫാലിനെ ലൈസോ ഫോസ്ഫോലിപ്പിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ലൈസോ ഫോസ്ഫോലിപ്പിഡ്സിന്റെ മീതെയാണ് ഫോസ്ഫോലിപ്പേസ് ബിക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ ലൈസോ ഫോസ്ഫോലിപ്പിഡ്സിനെ ഫോസ്ഫോറിൽ കൊളീൻ ആൻഡ് ഫ്രീ ഫാറ്റി ആസിഡ്സ് ആയിട്ടുള്ള സിംപ്ലർ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യും. കോലിപ്പേസിന്റെ മെയിൻ ഫംഗ്ഷൻ പാങ്ക്രിയാറ്റിക് ലിപ്പേസിനെ ഒരു കോ എൻസൈമായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ബൈൽ സോൾട്ട് ആക്ടിവേറ്റഡ് ലിപ്പേസും പാങ്ക്രിയാറ്റിക് ലിപ്പേസിനെ പോലെ തന്നെ ആക്ഷൻ ഉള്ളതാണ്. പക്ഷെ ഒരു വീക്കർ ലിപ്പേസ് ആണ്. ഈ പറഞ്ഞ ഈ മേജർ ലിപ്പേസുകളെല്ലാം ഉണ്ടാക്കി വിടുന്ന ഡൈജസ്റ്റീവ് പ്രോഡക്ട്സിനെ ഫർദർ ഫാറ്റി ആസിഡ്സ് ഒക്കെ ആയിട്ട് മാറ്റുന്നതാണ് ബൈൽ സോൾട്ട് ആക്ടിവേറ്റഡ് ലിപ്പേസിന്റെ ഫംഗ്ഷൻ. പാങ്ക്രിയാറ്റിക് അമൈലേസ് സ്റ്റാർച്ചിനെ ഡെക്സ്ട്രിൻ ആൻഡ് മാൾട്ടോസ് എന്നുള്ള സിംപ്ലർ ഫോംസിലാക്കി കൺവേർട്ട് ചെയ്യും. ഡൈസാക്രൈഡ്സ് ഒക്കെ ആക്കി മാറ്റും. നേരത്തെയുള്ള ഗ്ലാൻസിലും ഓർഗൻസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പാങ്ക്രിയാറ്റിക് സെക്രീഷനും 3 ഫേസ് ഓഫ് റെഗുലേഷൻ ഉണ്ട്. സെഫാലിക് ഫേസ് ഉണ്ട്, ഗ്യാസ്ട്രിക് ഫേസ് ഉണ്ട്, ഇൻഡസ്റ്റൈനൽ ഫേസ് ഉണ്ട്. പക്ഷെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. സെഫാലിക് ഫേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻഡ് റിഫ്ലെക്സും അൺകണ്ടീഷൻഡ് റിഫ്ലെക്സും വഴി വാഗസ് നെർവ് വഴിയാണ് അത് മീഡിയേറ്റ് ചെയ്യുന്നത്. ഇൻക്രീസ് സെക്രീഷൻ ഓഫ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഉണ്ടാവും. അതൊരു പ്യുവർലി നെർവസ് ഫിനോമിന ആണ്. ഗ്യാസ്ട്രിക് ഫേസിൽ എന്ന് പറയുമ്പോൾ ബോളസ് നമ്മൾ കഴിച്ച് സോളോ ചെയ്ത ബോളസ് സ്റ്റൊമക്കിൽ എത്തുന്ന സമയത്ത് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഗ്യാസ്ട്രിൻ കൂടുതലായിട്ട് വരും. ആൻഡ് ഗ്യാസ്ട്രിന് പാങ്ക്രിയാറ്റിക് ജ്യൂസിന്റെ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കൂടെ ഉണ്ട്. ഗ്യാസ്ട്രിക് സെക്രീഷൻ ആസ് വെൽ ആസ് പാങ്ക്രിയാറ്റിക് ജ്യൂസിന്റെ സെക്രീഷൻ ആക്സിലറേറ്റ് ചെയ്യാൻ ഗ്യാസ്ട്രിന് സാധിക്കും. പിന്നെ ഇൻഡസ്റ്റൈനൽ ഫേസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്യാസ്ട്രിക് സെക്രീഷനിൽ കൈമ് ഇൻഡസ്റ്റൈനിൽ എത്തുമ്പോഴേക്കും ഗ്യാസ്ട്രിക് സെക്രീഷൻസ് കുറയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ ഈ പാങ്ക്രിയാസിന്റെ സെക്രീഷൻസ് എല്ലാം കൂടുതൽ വരേണ്ട സമയമാണ് ഇൻഡസ്റ്റൈനൽ ഫേസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ കൈം ഇൻഡസ്റ്റൈനിൽ എത്തുമ്പോൾ
എസ് സെൽസ്, ഡ്യൂോഡനത്തിലെ എസ് സെൽസിൽ നിന്ന് സെക്രീറ്റിൻ കൂടുതലായി പ്രൊഡ്യൂസ്ഡ് ആവും. അതുപോലെ ഐ സെൽസിൽ നിന്ന് കോളിസിസ്റ്റോകൈനിൻ കൂടുതൽ പ്രൊഡ്യൂസ്ഡ് ആവും. സെക്രീറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പാങ്ക്രിയാറ്റിക് ജ്യൂസ് റിച്ച് ഇൻ ബൈകാർബണേറ്റിന്റെ റിലീസ് ഫെസിലിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതേസമയം കോളിസിസ്റ്റോകൈനിൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ എൻസൈം റിച്ച് ആയിട്ടുള്ള പാങ്ക്രിയാറ്റിക് ജ്യൂസിനെ ആയിരിക്കും അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവുക. അതോടൊപ്പം ഗോൾ ബ്ലാഡറിനുള്ള ബൈൽ സെക്രീഷനെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യും. ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ടൈം കുറച്ച് എക്സീഡ് ആവുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ചെയ്തോളൂ ഡോക്ടറെ. ഇനി എത്ര ടൈം ഉണ്ടാവും? ഒരു മിനിറ്റ്. കുറച്ചുകൂടെ ഉണ്ട്. ഇനി സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, ലിവർ, GI ഹോർമോൺസ്, മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഞാനൊരു ഹാഫ് ആൻ അവറിൽ മാക്സിമം ഓടിച്ചു വിടാം. ഹാഫ് ആൻ അവർ? ഓക്കെ, മാക്സിമം കുറച്ചൊന്ന് സ്പീഡിൽ പൊക്കോളൂ. എല്ലാവർക്കും ഓക്കെ അല്ലേ? കുറച്ച് സ്പീഡിൽ പോയാലൊന്ന് ചോദിച്ചു നോക്കൂ. ഒരു ഹാഫ് ആൻ അവർ എന്താ, കുറച്ചുകൂടി ഒന്ന് സ്പീഡിൽ പൊക്കോളൂ, കുഴപ്പമില്ല. നോക്കട്ടെ കേട്ടോ. പാങ്ക്രിയാറ്റിക് സെക്രീഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതേപോലെ തന്നെ ഇൻഹിബിറ്റ് ചെയ്യേണ്ട ചില കണ്ടീഷൻസും ഉണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് പാങ്ക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്, സൊമാറ്റോസ്റ്റാറ്റിൻ, പെപ്റ്റൈഡ് വൈഗ്രലിൻ, ലെപ്റ്റിൻ പോലുള്ള ഇൻഹിബിറ്ററി ഹോർമോൺസ്. നെക്സ്റ്റ് ലിവർ ആൻഡ് ഗോൾ ബ്ലാഡർ ആണ്. അപ്പോൾ ലിവറിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്വൻസ് പറഞ്ഞാൽ ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ആണ്. ഓരോ ലോബ്യൂളും ഹെക്സഗണൽ ഷേപ്പിലായിരിക്കും നമുക്കറിയാം. ഈ ഹെക്സഗണൽ ലോബ്യൂളിന്റെ സെന്ററിലായിട്ട് ഒരു സെൻട്രൽ വെയിൻ ഉണ്ടാവും. പെരിഫറിയിൽ 6 പോയിന്റ്സിലായിട്ട് ഓരോ പോർട്ടൽ ട്രയാഡും ഉണ്ടാവും. ഈ പോർട്ടൽ ട്രയാഡിന്റെ കോമ്പണൻസ് പറഞ്ഞാൽ ഇന്റർലോബുലാർ ഹെപ്പാറ്റിക് ആർട്ടറി, ഹെപ്പാറ്റിക് വെയിൻ ആൻഡ് ബൈൽ ഡക്റ്റ്യൂൾ ആയിരിക്കും. സെന്ററിലായിരിക്കും സെൻട്രൽ വെയിൻ ഉണ്ടാവുക. അതിന് അവിടുന്ന് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ട് ഹെപ്പാറ്റോസൈറ്റ്സിന്റെ പ്ലേറ്റ്സ് ഉണ്ടാവും. ഈ 2 റോ ഓഫ് ഹെപ്പാറ്റോസൈറ്റ്സിന്റെ ഇടയിലായിട്ട് ഒരു ബ്ലഡ് പൂൾ കോൾഡ് സൈനസോയിഡ്സ് പ്രസന്റ് ആയിരിക്കും. അതിന്റെ ഇടയിൽ തന്നെ ചില മാക്രോഫേജസ്, ലിവർ മാക്രോഫേജസ് കോൾഡ് കുഫർ സെൽസും പ്രസന്റ് ആയിരിക്കും. ഇതാണ് ലിവറിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിലിയറി സിസ്റ്റം, അതായത് ലിവറിൽ നിന്ന് വരുന്ന സെക്രീറ്റ് ചെയ്യുന്ന ബൈല് ഏത് വഴി കൂടിയാണ് വരുന്നത് എന്നുള്ളതാണ്. പെൻഡ്രോസൈറ്റ്സ് ആണ് മെയിനായിട്ട് ബൈല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ബൈൽ കനാലിക്കുലൈ വഴി ചെറിയ ഇന്റർലോബുലാർ ബൈൽ ഡക്സിൽ എത്തും. ഇന്റർലോബുലാർ ബൈൽ ഡക്സ് ജോയിൻ ചെയ്തിട്ടാണ് ഫർദർ ഹെപ്പാറ്റിക് ഡക്സ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെപ്പാറ്റിക് ഡക്സ് ഫോം ചെയ്യും. അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കോമൺ ബൈൽ ഡക്റ്റ് വരുന്നത്, കോമൺ ഹെപ്പാറ്റിക് ഡക്റ്റ് വരുന്നത്. ഗോൾ ബ്ലാഡറിന്റെ ഡക്റ്റാണ് സിസ്റ്റിക് ഡക്റ്റ്. അതും കോമൺ ഹെപ്പാറ്റിക് ഡക്റ്റും കൂടെ ജോയിൻ ചെയ്താണ് കോമൺ ബൈൽ ഡക്റ്റ് വരിക. ഈ കോമൺ ബൈൽ ഡക്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിർസങ്സ് ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്ത് മേജർ ഡ്യൂോഡനൽ പാപ്പില്ലയിൽ ആംബിൾ ഓഫ് വെയ്റ്റർ എന്ന് പറഞ്ഞ പോയിന്റിൽ ഓപ്പൺ ചെയ്യുന്നത്. ബൈലിന്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 800 to 1200 ml പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പാങ്ക്രിയാറ്റിക് ജ്യൂസ് പോലെ തന്നെ ഒരു ആൽക്കലൈൻ ആയിട്ടുള്ള മീഡിയ ആണ് ബൈലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഗോൾഡൻ യെല്ലോ ഓർ ഗ്രീനിഷ് കളർ ആയിരിക്കും അതിൻ്റെ നോർമൽ കളർ എന്ന് പറയുന്നത്. 97% ഓഫ് വാട്ടർ ആണുള്ളത്. സോളിഡ്സിൽ ഓർഗാനിക് സബ്സ്റ്റൻസ് മെയിൻലി ബൈൽ സോൾട്സ്, ബൈൽ പിഗ്മെന്റ്സ്, കൊളസ്ട്രോൾ, ഫാറ്റി ആസിഡ്സ്, ലെസിത്തിൻ ആൻഡ് മ്യൂസിൻ. ഇനോർഗാനിക്കിൽ ഇലക്ട്രോലൈറ്റ്സ് തന്നെയാണുള്ളത്. ബൈകാർബണേറ്റ് കൂടുതലായിട്ടുണ്ടാവും. സെക്രീഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ബൈൽ എന്ന് പറയുമ്പോൾ ഹെപ്പാറ്റോസൈറ്റ്സിൽ നിന്ന് ബൈൽ ആസിഡ്സും ഇലക്ട്രോലൈറ്റ്സും ആയിട്ടായിരിക്കും ഈ കനാലിക്കുലയിലേക്ക് ബൈൽ റിലീസ് ചെയ്യുന്നുണ്ടാവുക. ഡക്റ്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കൂടുതൽ ഇലക്ട്രോലൈറ്റ്സും വാട്ടറും ആഡായി കുറച്ചുകൂടെ വാട്ടറി ആയിട്ടുള്ള ബൈലായിട്ടായിരിക്കും ബൈല് കോമൺ ഹെപ്പാറ്റിക് ഡക്റ്റിലേക്ക് എത്തുന്നുണ്ടാവുക. അതിനുശേഷം ഈ സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡി എന്ന് പറയുന്നത് കോമൺ ബൈൽ ഡക്റ്റിന്റെ ഒരു സ്ഫിങ്ക്റ്റർ ആണ്. അത് കൂടുതൽ സമയം ക്ലോസ്ഡ് ആയിരിക്കും. സോ ഈ കോമൺ ഹെപ്പാറ്റിക് ഡക്റ്റ് വഴി വരുന്ന ബൈല് കൂടുതലും ഗോൾ ബ്ലാഡറിലേക്ക്, വാട്ടറി ആയിട്ടുള്ള ബൈല് ഗോൾ ബ്ലാഡറിലേക്ക് പോയി സ്റ്റോർഡ് ആവും. ഗോൾ ബ്ലാഡറിൽ വെച്ച് ഈ വാട്ടറി ബൈൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവും. അതിൽ കുറച്ചുകൂടെ മ്യൂക്കസ് കൂടും. അതിന്റെ ഓർഗാനിക് കണ്ടൻസിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യും. പിന്നെ ഈ കോളിസിസ്റ്റോകൈനിന്റെ ഒക്കെ ആക്ഷൻ, അതല്ലെങ്കിൽ ഫാറ്റി ആൻഡ് പ്രോട്ടീൻ കണ്ടെയ്നിങ് ഫുഡ്സ് കൂടുതൽ ഡ്യൂോഡനത്തിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും കോളിസിസ്റ്റോകൈനിന്റെ ആക്ഷൻ വഴി ഗോൾ ബ്ലാഡർ കോൺട്രാക്ട് ചെയ്യുകയും സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡി ഓപ്പൺ ആവുകയും
അതുവഴി ഗോൾ ബ്ലാഡറിൽ നിന്ന് ബൈൽ ഡിയോഡനത്തിലേക്ക് റിലീസ്ഡ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ ഗോൾ ബ്ലാഡറിൽ വരുമ്പോഴുള്ള ബൈലിന് വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചുകൂടെ മ്യൂസിൻ കണ്ടന്റ് കൂടുന്നുണ്ട്, വാട്ടർ കോൺസെൻട്രേഷൻ കുറയും, അറൌണ്ട് 10 to 15 ടൈംസ് കോൺസെൻട്രേറ്റഡ് ആയി മാറും ബൈൽ. അക്കോർഡിംഗ് ടു ദ നെസസിറ്റി, അതായത് പ്രോട്ടീൻ ആൻഡ് ഫാറ്റി കണ്ടന്റ് ഉള്ള ഫുഡ് കൂടുന്ന സമയത്ത് പോളിസിസ്റ്റോകൈനിൻ വന്ന് ഗോൾ ബ്ലാഡറിന് കോൺട്രാക്ഷൻ ഉണ്ടാക്കും. അങ്ങനെയാണ് ബൈൽ സെക്രീറ്റഡ് ആവുന്നത്. അപ്പോൾ ബൈലിലെ ഓർഗാനിക് കണ്ടന്റിലെ ഒരു മെയിൻ സംഭവമാണ് ബൈൽ സോൾട്ട് എന്ന് പറയുന്നത്. അത് ഫോംഡ് ആവുന്നത് ലിവറിലാണ്. ലിവറിലെ പ്രൈമറി ബൈൽ ആസിഡ്സ് ഇൻഡസ്റ്റൈനിലേക്ക് പോയി അവിടെ നിന്ന് ബാക്ടീരിയൽ ആക്ഷൻ വഴി സെക്കൻഡറി ബൈൽ ആസിഡ്സ് ആയിട്ടുള്ള പ്രൈമറി ബൈൽ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ കോളിക് ആൻഡ് കീനോഡിയോക്സിക്കോളിക് ആസിഡ്സ് ആണ്. അത് സെക്കൻഡറി ബൈൽ ആസിഡ്സ് ആയിട്ടുള്ള ഡിയോക്സിക്കോളിക് ആസിഡ് ആൻഡ് ലിത്തോകോളിക് ആസിഡ് ആയിട്ട് ഇൻഡസ്റ്റൈനിൽ കൺവേർട്ട് ആവും. വീണ്ടും എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ വഴി വീണ്ടും അത് ലിവറിലേക്ക് കയറി വരും. അവിടെ വെച്ച് അത് ഗ്ലൈസിൻ ആൻഡ് ടോറിൻ പറഞ്ഞ സോൾട്സ് ആയിട്ട് കോൺജുഗേറ്റഡ് ആവും. ഫർദർ സോഡിയം ആൻഡ് പൊട്ടാസ്യം ആയിട്ട് ഈ സോൾട്സ് കമ്പൈൻ ചെയ്തിട്ട് സോഡിയം ഗ്ലൈക്കോകോളേറ്റ്, പൊട്ടാസ്യം ഗ്ലൈക്കോകോളേറ്റ്, സോഡിയം ടോറോകോളേറ്റ് ആൻഡ് പൊട്ടാസ്യം ടോറോകോളേറ്റ് ആയിട്ടുള്ള ബൈൽ സോൾട്സ് ആയിട്ട് കൺവേർട്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. അത് വീണ്ടും ബൈൽ വഴി ഇൻഡസ്റ്റൈനിലേക്ക് പോകും. എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റൈനിൽ നിന്ന് പോർട്ടൽ വെയിൻ വഴി ഈ സെക്രീറ്റഡ് ആയിട്ടുള്ള ബൈലും അല്ലെങ്കിൽ ബൈൽ കണ്ടെയ്ൻ ചെയ്യുന്ന ബ്ലഡ് ലിവറിൽ എത്തുന്നു. വീണ്ടും നമ്മുടെ കോമൺ ബൈൽ ഡക്റ്റ് വഴി ഇൻഡസ്റ്റൈനിലേക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കുലേഷനാണ് എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബൈൽ സോൾസിൻ്റെ ഒക്കെ മെറ്റബോളിസം ആണെങ്കിലും എക്സ്ക്രീഷൻ ആണെങ്കിലും നടക്കുന്നത് ഈ ഒരു എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ വഴിയാണ്. പോർട്ടൽ വെയിനാണ് എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷനിലെ മെയിൻ ചാനൽ. അത് ഓർത്ത് വെക്കുക കേട്ടോ. ബൈൽ സോൾസിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഡൈജഷനിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ അത് പ്ലേ ചെയ്യുന്നത്. ഫാറ്റ് ഡൈജഷൻ ആസ് വെൽ ആസ് അബ്സോർപ്ഷൻ. പാങ്ക്രിയാറ്റിക് ലിപ്പേസ് ആക്ടിവേറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ബൈലിൻ്റെയും ബൈൽ സോൾസിൻ്റെയും പ്രസൻസിൽ പാങ്ക്രിയാറ്റിക് ലിപ്പേസ് ആക്ടിവേറ്റഡ് ആവും. ലെസിത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമൾസിഫൈങ് ദ ലാർജ് ഫാറ്റ് ലോബ്യൂൾസ്. അങ്ങനെ അതിൻ്റെ സർഫസ് ടെൻഷൻ കുറച്ചുകൂടെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ, ഫാറ്റിനെ അബ്സോർബ് ചെയ്യാൻ ലെസിത്തിൻ അതിനെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബൈലിലുള്ള ലെസിത്തിൻ അതിനെ പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ ബൈൽ സോൾസിന് ഒരു കോളറക്റ്റിക് ആക്ഷൻ ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ആക്ഷൻസ് ഉണ്ട്, കോളറക്റ്റിക് ആൻഡ് കോളഗോഗ് ആക്ഷൻ. കോളറക്റ്റിക് എന്ന് പറഞ്ഞാൽ ലിവറിൽ നിന്ന് ബൈലിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള സബ്സ്റ്റൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഗോൾ ബ്ലാഡറിൽ നിന്ന് കോൺസെൻട്രേറ്റഡ് ബൈലിനെ സെക്രീറ്റ് ചെയ്യിക്കാനുള്ള ഫംഗ്ഷനുള്ള സബ്സ്റ്റൻസസ് ആണ് കോളഗോഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈൽ സോൾസിന് ഒരു കോളറക്റ്റിക് ആക്ഷനും ഉണ്ട്, ചെറിയൊരു ലാക്സേറ്റീവ് ആക്ഷനും ഉണ്ട്. ഈ ബൈൽ പിഗ്മെന്റും ബൈൽ സോൾട്സും ആണല്ലോ മെയിൻ ഓർഗാനിക് കോമ്പോണൻസ്. ബൈൽ പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ബൈലിൽ നിന്നുള്ള എക്സ്ക്രീറ്ററി പ്രോഡക്റ്റുകളാണ് ബൈൽ പിഗ്മെന്റ്സ്. മെയിൻലി ബിലിവേർഡിൻ ആൻഡ് ബിലിറൂബിൻ ആണ് മെയിൻ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഉള്ളത്. എന്തിൻ്റെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആണത്? ഹീമിൻ്റെ ബ്രേക്ക് ഡൗൺ വഴി ഉണ്ടാകുന്ന എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആണ് ബൈൽ പിഗ്മെന്റ്സ് ആയിട്ടുള്ള ബിലിവേർഡിൻ ആൻഡ് ബിലിറൂബിൻ. ആദ്യം ഹീം ബ്രേക്ക് ഡൗൺ ചെയ്ത് അയൺ ആൻഡ് ബിലിവേർഡിനായിട്ട് മാറും. ഫർദർ പ്രോസസ് വഴി അത് ബിലിറൂബിനായിട്ട് കൺവേർട്ടഡ് ആവും. ഈ ഫ്രീ ആയിട്ടുള്ള ബിലിറൂബിനെയാണ് നമ്മൾ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. ഈ ബിലിറൂബിൻ ലിവറിൽ ചെന്ന് ഗ്ലൂക്രോണിക് ആസിഡുമായിട്ട് കോൺജുഗേറ്റഡ് ആയിട്ട് ബിലിറൂബിൻ ഗ്ലൂക്രോണോസൈഡ്സ് ആവും. അതാണ് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ. ഇത് വീണ്ടും ബ്ലഡ് സ്ട്രീമിലേക്ക് പോവും, ഇൻഡസ്റ്റൈനിലേക്ക് വീണ്ടും റിലീസ്ഡ് ആവും. എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ വഴി ഇൻഡസ്റ്റൈനിലേക്ക് റിലീസ്ഡ് ആവേ അവിടെ വെച്ച് വീണ്ടും അത് അൺകോൺജുഗേറ്റഡ് ആയിട്ട് മാറും. അതിൻ്റെ ഒരു മെയിൻ പോർഷൻ ഈ അൺകോൺജുഗേറ്റഡ് ആയതിനു ശേഷം അത് യൂറോ ബിലിനോജനായിട്ട് കൺവേർട്ട് ആവും. അതിൽ സം പോർഷൻ വിൽ ബി പാസ്ഡ് ഓൺ ടു ദ കിഡ്നി ത്രൂ ദ ബ്ലഡ് സ്ട്രീം ആൻഡ് ഇറ്റ് വിൽ ബി എക്സ്ക്രീറ്റഡ് വയ യൂറിൻ ആൻഡ് സം പോർഷൻ വിൽ ബി എക്സ്ക്രീറ്റഡ് വയ സ്റ്റൂൾ ആൻഡ് സ്റ്റെർക്കോബിലിൻ. അതാണ് ബൈൽ പിഗ്മെന്റ്സിന്റെ ഒരു മെറ്റബോളിക് പാത്വേ. ലിവറിന്റെ മറ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഒരു ഡീടോക്സിഫൈങ് ഓർഗൻ ആണ്. പിന്നെ കൊളസ്ട്രോൾ സിന്തസിസും നമ്മുടെ സെക്സ് ഹോർമോൺസ്, വൈറ്റമിൻ ഡി പോലുള്ള കൊളസ്ട്രോൾ ഡെറിവേറ്റീവ്സും സിന്തസൈസ്ഡ് ആവുന്ന ലിവറിൽ നിന്നാണ്. ചില മൈക്രോ ന്യൂട്രിയൻസിന്റെ സ്റ്റോറേജ്, കോപ്പർ, സിങ്ക് പോലുള്ള മെറ്റൽസും വൈറ്റമിൻ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്, B12 ഇതെല്ലാം സ്റ്റോർഡ് ആയിരിക്കുന്നത് ലിവറിലാണ്. ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഉണ്ട്, പ്രൊഡക്ഷൻ ഓഫ് ബൈൽ ഉണ്ട്, പ്രോട്ടീൻ സിന്തസിസ്, ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻസ്, കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ട്, ഇമ്മ്യൂൺ ഫങ്ഷൻ, ആൽബുമിൻ സിന്തസിസ് എല്ലാം ലിവറിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റംസ്, ഹെപ്പാറ്റിക് ആൻഡ് പോർട്ടൽ വെയിൻ ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് തൈറോയ്ഡ്
മെറ്റബോളിസം, ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഫാറ്റ് പോലുള്ള മെറ്റബോളിക് പ്രോസസ്സുകളും ലിവറിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നുണ്ട്. അത്രയാണ് ലിവറിൻ്റെ ഒരു ഫിസിയോളജിയിൽ പറയാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ 3 പാർട്സ് ആണുള്ളത്: ഡിയോഡിനം, ജെജുനം ആൻഡ് ഇലിയം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലിക്കേ സർക്കുലാരിസ് അതിൻ്റെ മ്യൂക്കോസയിലുണ്ട്. പിന്നെ വില്ലൈ ആൻഡ് മൈക്രോവില്ലൈ, ബ്രഷ് ബോർഡർ അപ്പിയറൻസ് കൊടുക്കുന്ന വില്ലൈ ആൻഡ് മൈക്രോവില്ലൈ ആണ് നമ്മുടെ മ്യൂക്കോസ ഓഫ്, അല്ലെങ്കിൽ ഒരു പ്ലിക്കേ സർക്കുലാരിസിൻ്റെ ഒരു എൻലാർജ്ഡ് വ്യൂ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുക. ഓരോ വില്ലസിൻ്റെ ഉള്ളിൽ ഒരു ലിംഫാറ്റിക് ചാനലുണ്ട്, അതിനെ ലാക്ടിയൽ എന്നാണ് പറയുന്നത്. പിന്നെ പ്രത്യേകമായിട്ടൊരു സെല്ല് നമ്മുടെ വില്ലസിനെ ലൈൻ ചെയ്തിട്ട്, മെയിനായിട്ട് എൻഡ്രോസൈറ്റ്സ് ആണുള്ളത്. അത് ഇതുപോലെ ഷെഡ് ചെയ്ത് പോകുന്ന സെല്ലുകളാണ്. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആണ് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. പിന്നെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗോബ്ലെറ്റ് സെൽസ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ചില എൻഡോക്രൈൻ സെൽസും ഉണ്ടാവും. പിന്നെ ഇൻഡസ്റ്റൈനൽ ഗ്ലാൻസ് ആയിട്ടുള്ള ക്രിപ്സ് ഓഫ് ലീബർക്യൂൻ അല്ലെങ്കിൽ ലീബർക്യൂൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞുള്ള ചില ഗ്ലാൻസും ഈ വില്ലയുടെ ഇടയിലുള്ള ചില ഡിപ്രഷൻസിൽ ഉണ്ടാവും. പിന്നെ വില്ലൈനെ ലൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക തരം സെല്ലാണ് പാനറ്റ് സെൽസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പാനറ്റ് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഡിഫെൻസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പാനറ്റ് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് ഓഫ് ഡിയോഡിനത്തിലുള്ള ചില പ്രത്യേക മ്യൂക്കസ് ഗ്ലാൻസ് ആണ്. നോർമലി സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ മ്യൂക്കസ് ഗ്ലാൻസ് മസ്കുലാരിസ് മ്യൂക്കോസേനെ ക്രോസ് ചെയ്യാറില്ല. പക്ഷേ ഡിയോഡിനത്തിലുള്ള മ്യൂക്കസ് ഗ്ലാൻസ് സബ് മ്യൂക്കോസൽ ഏരിയയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെ ബ്രണ്ണേഴ്സ് ഗ്ലാൻസ് എന്നാണ് പറയുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സെക്രീഷനെ ഒരു പേര് പറയും, ദാറ്റ് ഈസ് സക്കസ് എൻഡറിക്കസ് ഓർ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. അതിൽ കൂടുതലായിട്ട് പെപ്റ്റിഡേസസ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ പ്രോട്ടീൻ ഡൈജഷൻ എല്ലാം ഏകദേശം പകുതിയോളം കഴിഞ്ഞു. വലിയ പ്രോട്ടീൻസ് എല്ലാം ചെറിയ ഡൈപെപ്റ്റൈഡ്സും ട്രൈപെപ്റ്റൈഡ്സും ഒക്കെ ആയിട്ട് മാറി, അമിനോ ആസിഡ്സ് ഒക്കെ ആയി മാറി. അപ്പോൾ അതിൻ്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ബ്രേക്ക് ഡൗൺ കൂടെ ഇനി ഇൻഡസ്റ്റൈനൽ അല്ലെങ്കിൽ സക്കസ് എൻഡറിക്കസിലുള്ള പ്രോട്ടോലിറ്റിക് എൻസൈംസിൻ്റെ ഫംഗ്ഷൻ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള എൻസൈംസ് ആണ് സക്കസ് എൻഡറിക്കസിലുള്ളത്. അതുപോലെ തന്നെ വലിയ മോളിക്യൂളായിരുന്ന സ്റ്റാർച്ചൊക്കെ മാറി ഇപ്പോൾ ഡൈസാക്കറൈഡ്സ് ആയിട്ടുള്ള സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്, ഡെക്സ്ട്രിൻ അങ്ങനെയുള്ള ഡൈസാക്കറൈഡ്സ് ആണ് ഇപ്പോൾ ഇൻഡസ്റ്റൈനിലുള്ളൂ. അപ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള എൻസൈംസ് ആണ് അമൈലോലിറ്റിക് എൻസൈംസ് ആയിട്ട് സക്കസ് എൻഡറിക്കസിൽ ഉണ്ടാവുക. ലിപ്പേസും ഉണ്ട്. പിന്നെ എൻഡോറോകൈനേസിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ട്രിപ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ആക്ടിവേറ്റിംഗ് സബ്സ്റ്റൻസ് ആണ് എൻഡോറോകൈനേസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻട്രിൻസിക് ഫാക്ടർ നമുക്കറിയാം, ടെർമിനൽ പോർഷൻ ഓഫ് ഇലിയത്തിലാണ് അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. പാനറ്റ് സെൽസ് പ്രൊഡ്യൂസ് ദ ഡിഫെൻസിൻസ്, ഗോബ്ലെറ്റ് സെൽസ് ആൻഡ് ബ്രണ്ണേഴ്സ് ഗ്ലാൻസ് സെക്രീറ്റ് മ്യൂക്കസ്. ഇത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ് നമ്മൾ പോയത്. പെപ്റ്റിഡേസസ് ആണ് പെപ്റ്റൈഡ്സിനെ അമിനോ ആസിഡ്സ് ആയി മാറ്റും. സൂക്രോസിനെ ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റും സൂക്രേസ്. മാൾട്ടേസ് കൺവേർട്സ് മാൾട്ടോസ് ടു ഗ്ലൂക്കോസ്. ലാക്ടോസ് ഇസ് കൺവേർട്ടഡ് ടു ഗാലക്ടോസ് ഓൺ ഗ്ലൂക്കോസ്. മോണോസാക്രൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൻ്റെ എല്ലാം ഫംഗ്ഷൻ വരുന്നത്. നൗ കമ്മിങ് ടു ലാർജ് ഇൻഡസ്റ്റൈൻ. ലാർജ് ഇൻഡസ്റ്റൈനിന് 4 പാർട്സ് ഉണ്ട്: സീക്കം, അസെൻഡിങ് കോളൺ, ട്രാൻസിസ് കോളൺ, ഡിസെൻഡിങ് കോളൺ ആൻഡ് സിഗ്മോയിഡ് കോളൺ. അതിൻ്റെ മസ്കുലാർ ലെയറിനൊരു പ്രത്യേകതയുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള മസിൽ ബാൻഡ്സ് ആണുള്ളത്. അതിനെ ടീനിയ കോളി എന്നാണ് പറയുക. ഈ മസിൽസ് ബാൻഡും ലെങ്ത് ഓഫ് ദ കോളണും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഹോസ്ട്രേ ആയിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഇതെല്ലാം. പിന്നെ ഈ ക്രിപ്സ് ഓഫ് ലീബർക്യൂ എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്റ്റൈനിലും ഉണ്ട്, സ്മോൾ ഇൻഡസ്റ്റൈനിലും ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട്. ലാർജ് ഇൻഡസ്റ്റൈനിൽ അബ്സോർപ്ഷൻ വളരെ കുറച്ച് നടക്കുന്നുള്ളൂ. കൂടുതലും ഫീക്കൽ ഫോർമേഷൻ ആസ് വെൽ ആസ് ലൂബ്രിക്കേഷൻ ആണ് മെയിൻ ഫംഗ്ഷൻ. അപ്പം നമുക്ക് ഒരുപാട് ഗോബ്ലെറ്റ് സെൽസ് ഉണ്ടാവും മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ലാർജ് ഇൻഡസ്റ്റൈനിലും കുറേ ചില സെക്രീഷൻസ് ഉണ്ടാകുന്നുണ്ട്. ആൽബുമിൻ, ഗ്ലോബുലിൻ, മ്യൂസിൻ, യൂറിയ, എപ്പിത്തീലിയൽ സെൽസിൻ്റെ ഡെബ്രി ഒക്കെ കൂടിയിട്ടാണ് ലാർജ് ഇൻഡസ്റ്റൈനൽ ജ്യൂസ് ഫോം ചെയ്യുന്നത്. ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ വളരെ കുറവാണ്. അബ്സോർപ്ഷൻ ആണ് കൂടുതൽ. വാട്ടർ, ബൈൽ സോൾട്സ്, ഇലക്ട്രോലൈറ്റ്സിൻ്റെ എല്ലാം അബ്സോർപ്ഷൻ കൂടുതൽ അവിടെ നടക്കും. മ്യൂക്കസ് സെക്രീഷൻ ഫോർ ലൂബ്രിക്കേഷൻ. ബിലിറൂബിൻ്റെ എക്സ്ക്രീഷൻ നമ്മൾ പറഞ്ഞല്ലോ. സെർക്കോബിലിനോജൻ, യൂറോബിലിനോജൻ അതുവഴി പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ കുറേ ഇൻഡസ്റ്റൈനൽ ഫ്ലോറ ഉണ്ട്. നമ്മുടെ വൈറ്റമിൻ കെ, B5, ബയോട്ടിൻ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്റ്റൈനൽ ഫ്ലോറ ഇരിക്കുന്നത് നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിലാണ്. ഫോർമേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫീസസ് ആൻഡ് ഡെഫിക്കേഷൻ. ഇത്രയാണ് ലാർജ് ഇൻഡസ്റ്റൈനിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് മൂവ്മെൻറ്റ്സ് ഉണ്ട്. GITയിലെ രണ്ട് തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് ബേസിക് ആയിട്ടുള്ളത്. ഒന്ന് മിക്സിംഗ് മൂവ്മെൻറ്റ്സ്. ഇൻഡസ്റ്റൈനൽ കണ്ടൻസ് എല്ലാം എപ്പോഴും തറലി മിക്സ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയുള്ള മിക്സിംഗ് മൂവ്മെൻറ്റ്സ് വേണം. പിന്നെ ഇതിനെ ഫോർവേഡ് പുഷ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള പ്രൊപ്പൾസീവ് മൂവ്മെൻറ്റ് വേണം. അതാണ് പെരിസ്റ്റാൾസിസ്.
ഓരോ പാർട്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട്. ഓറൽ ക്യാവിറ്റിയിൽ മെയിനായിട്ട് മാസ്റ്റിക്കേഷൻ ഉണ്ട്. അപ്പോൾ മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെക്കണം. പിന്നെ ഡിഗ്ലൂട്ടേഷൻ ഉണ്ട്. ഫാരിങ്സിലാണെങ്കിലും മെയിൻ മൂവ്മെന്റ് ഡിഗ്ലൂട്ടേഷൻ ആണ്. ഈസോഫാഗസിൽ ഡിഗ്ലൂട്ടേഷൻ ആസ് വെൽ ആസ് പെരിസ്റ്റാൾസിസ് ഉണ്ട്. ഇനീഷ്യൽ പാർട്ട് ഓഫ് ഈസോഫാഗസിൽ ഡിഗ്ലൂട്ടേഷനും ലേറ്റസ്റ്റ് സ്റ്റേജസിലേക്ക് പെരിസ്റ്റാൾസിസ് ആണ് മെയിൻ മൂവ്മെന്റ്. സ്റ്റൊമക്കിൽ ആ പറഞ്ഞ ചേണിങ് അല്ലെങ്കിൽ മിക്സിങ് മൂവ്മെന്റ്സ് ഉണ്ട്. ഫോർവേഡ് പുഷ് ചെയ്യാനായിട്ട് പെരിസ്റ്റാൾസിസ് ഉണ്ട്. ഇൻഡസ്റ്റൈനിലേക്ക് റിലീസ് ചെയ്യാനായിട്ടുള്ള സ്റ്റൊമക്ക് എംറ്റിങ് ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡ് ചെല്ലാത്ത സമയത്തുള്ള ചെറിയ ഹങ്കർ കോൺട്രാക്ഷൻസ്, മൈൽഡ് ഇൻറ്റൻസിറ്റിയിലുള്ള ഹങ്കർ കോൺട്രാക്ഷൻസും സ്റ്റൊമക്കിൻ്റെ മൂവ്മെന്റ്സിൽ വരും. പിന്നെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ മെയിനായിട്ട് ഫുഡിനെ വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സും വേണം. അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള സെഗ്മെന്റേഷൻ മൂവ്മെന്റ്സ് ഉണ്ടാവും. ലാർജ് ഇൻഡസ്റ്റൈനിലാണെങ്കിൽ ഹോസ്ട്രേഷനും ഡെഫിക്കേഷനും ഹെൽപ്പ് ചെയ്യുന്ന മാസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ മൂവ്മെന്റുമാണ് ലാർജ് ഇൻഡസ്റ്റൈനിലുള്ളത്. റെക്ടം ആൻഡ് ആനൽ കനാലിൽ നോക്കിയാൽ ഡെഫിക്കേഷൻ ആണ് അവിടെയുള്ള മൂവ്മെന്റ് കാണുന്നത്. പിന്നെ മൈഗ്രേറ്റിംഗ് മോട്ടോർ കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ശ്രദ്ധിച്ചിട്ട് പോകണം. അതായത് ഇന്റർഡൈജസ്റ്റീവ് പീരിയഡിന്റെ സമയത്ത് മൈൽഡ് ആയിട്ടുള്ള പെരിസ്റ്റാൾട്ടിക് വേവ്സ് എംറ്റി സ്റ്റൊമക്കിൽ ഉണ്ടാവും. അത് സ്റ്റൊമക്കിൽ നിന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് സ്മോൾ ഇൻഡസ്റ്റൈൻ തൊട്ട് ഇലിയോസീക്കൽ വാൽവ് വരെ പ്രൊസീഡ് ചെയ്ത് ഡിസപ്പിയർ ചെയ്യും. വീണ്ടും അതേപോലെ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫുഡ് നമ്മൾ സ്റ്റൊമക്ക് എംറ്റി ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ മൈഗ്രേറ്റിംഗ് മോട്ടോർ കോംപ്ലക്സ് പ്രസന്റ് ആയിട്ടുണ്ടാവുക. അതിന്റെ ഫംഗ്ഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൊമക്കിലും ഇൻഡസ്റ്റൈനിലും ഒക്കെ ഉള്ള എന്തെങ്കിലും റെമിനൻസോ ബാക്ടീരിയ അങ്ങനെ എന്തെങ്കിലും അതൊരു ക്ലീനിങ് പ്രോസസ്സാണ് ബേസിക്കലി. അവിടെയുള്ള എന്തെങ്കിലും ഫുഡിന്റെ റെമിനൻസ്, ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും റെമിനൻസ് ഉള്ളതിനെ കോളനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഡ്യൂറിങ് ദ ഇന്റർഡൈജസ്റ്റീവ് പീരീഡിലാണ് മൈഗ്രേറ്റിംഗ് മോട്ടോർ കോംപ്ലക്സ് ഓർ MMC പ്രസന്റ് ആയിട്ടുണ്ടാവുക. സ്റ്റൊമക് ടു ഇലിയോസിക്കൽ വാൽവ് വരെയാണ് അതിന്റെ എക്സ്റ്റൻഷൻ. ഇറ്റ് ഈസ് ടു ക്യാരി എനി റെമിനൻസ് ഫ്രം സ്റ്റൊമക് ആൻഡ് ഇൻഡസ്റ്റൈൻ ഇൻ ടു ദ കോളൻ. ഇതൊക്കെയാണ് GI ഹോർമോൺസ്. ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഓരോന്നും പറഞ്ഞു പോയിട്ടുണ്ട്. ഡി സെൽ സെക്രീറ്റ് സൊമാറ്റോസ്റ്റാറ്റിൻ ഫ്രം പൈലോറസ് ആൻഡ് ഡിയോഡിനം. EC cells are present in stomach, small intestine, large intestine, and produce serotonin and substance P. G cells are for gastrin. I cells are for cholecystokinin. K cells produce GIP. L cells produce glucagon-like peptide as well as peptide YY. MO cells produce motilin. N cells produce neurotensin and S cells produce secretin. ഇതിൻ്റെ എല്ലാ ലൊക്കേഷനും കൂടെ നോക്കി വെച്ചോളൂ. ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ്. ഏത് ഹോർമോൺ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ഏത് സെൽസ് ആണെന്നുള്ളതും ചോദിക്കാം. അതിൻ്റെ എല്ലാ ഫങ്ഷൻസും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അതൊന്ന് റെഫർ ചെയ്താൽ മതിയാവും. നമ്മളിപ്പോൾ അത് പലതും പറഞ്ഞു പോയി. ഗ്യാസ്ട്രിൻ ആണെങ്കിൽ ഗ്യാസ്ട്രിക് സെക്രീഷൻ കൂടുന്നു. കോളിസിസ്റ്റോകൈനിൻ ഗോൾ ബ്ലാഡർ കോൺട്രാക്ഷൻ, പാൻക്രിയാറ്റിക് എൻസൈംസ് ആൻഡ് ബൈൽ റിലീസ് ചെയ്യുന്നു. സെക്രീറ്റിൻ ഗ്യാസ്ട്രിക് സെക്രീഷൻ കുറയ്ക്കുന്നു, പാൻക്രിയാറ്റിക് സെക്രീഷൻ കൂട്ടുന്നു. VIP ആണെങ്കിൽ വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് സെക്രീഷൻ ഫ്രം പാൻക്രിയാസ് ഇൻക്രീസ് ചെയ്യിക്കുന്നു. GIP ആണെങ്കിൽ ഗ്യാസ്ട്രിക് സെക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു. മോട്ടിലിൻ ഇൻക്രീസസ് ബവൽ മോട്ടിലിറ്റി. MMC കോസ് ചെയ്യുന്നതും ഈ മോട്ടിലിനാണ് കേട്ടോ. സൊമാറ്റോസ്റ്റാറ്റിൻ ഇതിൻ്റെ എല്ലാം സ്റ്റാറ്റിക് ആണ്, അത് ഇൻഹിബിറ്ററി ആണ്. മിക്ക ഹോർമോൺസിനെയും ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സൊമാറ്റോസ്റ്റാറ്റിൻ്റെ ഫംഗ്ഷൻ. ഇത് അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. അത് ആ ടേബിൾസ് നോക്കി നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഓരോ സൈറ്റിൽ നിന്നും ഏതൊക്കെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് അബ്സോർബ് ആവുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതും ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഏരിയ ആണ്. ഇത് എന്തായാലും പഠിച്ചിട്ട് പോകണം. സ്റ്റൊമക്കിൽ മെയിനായിട്ട് അബ്സോർബ് ചെയ്യുന്നത് ആൽക്കഹോളാണ്. ഡിയോഡിനത്തിലാണ് അയണിൻ്റെ അബ്സോർപ്ഷൻ. ഇത് വളരെയധികം ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എവിടെയാണ് അയൺ അബ്സോർപ്ഷൻ നടക്കുന്നത് എന്നുള്ളത്. പിന്നെ ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ് പോലുള്ളത്. ബാക്കി മേജർ സബ്സ്റ്റൻസസ് എല്ലാം ജിജിനത്തിലാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇലക്ട്രോലൈറ്റ്സ്, കാൽഷ്യം, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ആയിട്ടുള്ള B വൈറ്റമിൻസ് കൂടുതലും തൈമിൻ, റൈബോഫ്ലാവിൻ, പെരിഡോക്സിൻ പോലുള്ള വൈറ്റമിൻ B കോംപ്ലക്സസ് ജിജിനത്തിലാണ് അബ്സോർബ് ആവുന്നത്. ഫോളിക് ആസിഡ്, കൊളസ്ട്രോൾ ആൻഡ് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസും വൈറ്റമിൻ സിയും ജിജിനത്തിലാണ്. ഫാറ്റും ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് എല്ലാം ജിജിനത്തിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. ഇലിയത്തിൽ നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട വൈറ്റമിൻ B12ന്റെ അബ്സോർപ്ഷൻ. ഈ വൈറ്റമിൻ B12നെ പറയുന്ന മറ്റൊരു പേരാണ് എക്സ്ട്രൻസിക് ഫാക്ടർ. ഇൻട്രൻസിക് ഫാക്ടർ സ്റ്റൊമക്കിൽ നിന്ന് സെക്രീറ്റ് ആവുന്നു. എക്സ്ട്രൻസിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് വഴി നമുക്ക് കിട്ടുന്നത്, നമുക്കറിയാമല്ലോ, ബോഡിയിൽ സിന്തസൈസ് ആവുന്നില്ല. നമുക്ക് ആനിമൽ ഫുഡ്സ് അല്ലെങ്കിൽ കേർഡ് പോലുള്ള അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് മാത്രം കിട്ടുന്ന ഒരു എക്സ്ട്രൻസിക് ഫാക്ടറാണ് വൈറ്റമിൻ B12. അതുപോലെ ഇലിയത്തിൽ തന്നെയാണ് ബൈൽ സോൾട്സിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. കോളനിലെ ഇലക്ട്രോലൈറ്റ്സും വാട്ടറുമാണ് കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇതെന്തായാലും ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. സോ എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എങ്ങനെയായിരുന്നു എനിക്ക് അറിയില്ല.
ബട്ട് നമ്മൾ എന്ത് എക്സാം ആണെങ്കിലും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കുറുക്ക് വഴികളൊന്നും ഇല്ല. നന്നായി പ്രിപ്പയർ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ ഓരോ മുന്നേ അറ്റംപ്റ്റ് ചെയ്തവരുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കഴിഞ്ഞ വട്ടം ശരിയാവാതെ പോയെന്നുള്ള സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് നെക്സ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമുക്കുള്ളൊരു വഴി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇത്തവണ അത് ക്രാക്ക് ചെയ്യാൻ APGP ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷയമാണ്.